വന്ദനം ചെയ്യുന്നു. ഈ വിശുദ്ധ സഭായോഗത്തിൽ നിങ്ങളൊപ്പം ആയിരിക്കുന്നതിൽ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രാവിലത്തെ വിശുദ്ധ സഭായോഗത്തിന് ശേഷം ഒരിക്കൽ കൂടി കർത്താവ് ഇതിന് അവസരം ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയങ്കനായ പാസ്റ്റർ പ്രിൻസ് അവർകൾ തൻ്റെ കുടുംബം വിവിധ നിലകളിൽ ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ, എൽഡേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഗായക സംഘം എല്ലാവരെയും ഓർക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാൻ സമയം വളരെ പരിമിതമാണ്. നമുക്ക് ആ പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ സംക്ഷിപ്തമായി ദൈവജന ധ്യാനത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ക്ഷണിക്കുന്നു. വളരെ വിശാലമായ ഒരു ദൈവജന ധ്യാനമാണ്. അത്രത്തോളം വേഗത്തിൽ നമുക്ക് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ശുശ്രൂഷകൾ നടക്കേണ്ടതായിട്ടുണ്ടല്ലോ. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. ബുക്ക് ഓഫ് ജോബ്. നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. കരകമനത്തിൽ കത്താൻ സ്വതന്ത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വലിയ വിശദമായ ചിന്തയാണ്. 42 അധ്യായം ഞാൻ പ്രസംഗിക്കും. പാസ്റ്റർ പറഞ്ഞ സമയത്തിനുള്ള ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് വളരെ വേഗത്തിലായിരിക്കും സംസാരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ പാസ്റ്റർ പറഞ്ഞതുപോലെ ഇരിക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. അതിനായി ദൈവമേ സഹായിക്കട്ടെ. ഇതിൻ്റെ ആമുഖം പശ്ചാത്തലം ഒന്നും സംസാരിക്കുന്നില്ല, സമയം ഏറെ ആവശ്യമാണ്. പോയട്രിക്കൽ ബുക്സാണ്. പോയട്രിക്കൽ ബുക്സ് എല്ലാം തന്നെ വളരെ മനോഹരമാണ്. നമ്മുടെ നാട്ടിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ BA-ക്കാർക്ക് പഠിക്കാൻ ഈ പുസ്തകം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഈ പുസ്തകം, യോബിൻ്റെ പുസ്തകം റഫറൻസ് ഗ്രന്ഥമല്ല, അവർക്ക് പഠിക്കാനുള്ള ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് ഇത് ഉപയോഗിക്കണമെങ്കിൽ യോബിൻ്റെ പുസ്തകം മതേതര ലോകത്ത്, വൈജ്ഞാനിക ലോകത്ത്, ദൈക്ഷണികമായ ലോകത്ത്, നോൺ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഒരു അക്കാദമിക സമൂഹം ഇത് അംഗീകരിക്കണമെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എത്രത്തോളം മനോഹരമാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതിൻ്റെ സവിശേഷമായ ഭാഷ, അതിൻ്റെ അതുല്യമായ സാഹിത്യഭാവം, അതിൻ്റെ രചനാതന്ത്രം, അതിൻ്റെ പ്രമേയ അവതരണം, ഉള്ളടക്കം എല്ലാം ഏറ്റവും മനോഹരമാണ്. ഒരു പ്രാവശ്യമെങ്കിലും യോബിൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം, വളരെ സവിശേഷമാണ്. അതിൻ്റെ പോയട്രി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ ഭാഷയും അതിൻ്റെ അവതരണങ്ങളുമെല്ലാം. അത് ക്രൈസ്തവർ മാത്രമല്ല, ആര് വായിച്ചാലും മനസ്സിലാകുന്ന, അത് മാത്രമല്ല ആര് വായിച്ചാലും ഇത് എൻ്റെ പ്രശ്നമാണെന്ന് തോന്നും, എന്നോട് ഇടപെടുന്നു, എൻ്റെ വിഷയമാണെന്ന് തോന്നുന്ന വളരെ മനുഷ്യ ഗന്ധിയായ ഒരു മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തെ നന്നായി അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഈ യോബിൻ്റെ പുസ്തകം. ഈ യോബിൻ്റെ പുസ്തകം നിങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ടാകും. ഒരു വ്യത്യസ്തമായ നറേഷനാണ് ഞാൻ ഇന്ന് പകൽ അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകം ഉന്നയിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ പ്രധാനമായി 1-2 കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒന്ന്, വൈ ഡസ് ഗോഡ് പെർമിറ്റ് ഇൻജസ്റ്റിസ്? വൈ ഡസ് ഗോഡ് പെർമിറ്റ് ഇൻജസ്റ്റിസ്? എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും ചോദിക്കുന്നതിൻ്റെ ചോദ്യമാണ്. ഒരാൾ ഒരു കുറ്റവും ചെയ്യാത്ത ആളാണ് ഈ പുള്ളി. എഴുത്തുകാരൻ പറയുന്നത് ഇദ്ദേഹം നിഷ്കളങ്കനാണ്. ദൈവം പറയുന്നു ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ഭാര്യ പറയുന്നു ഇദ്ദേഹം ഭക്തനാണ്. അപ്പോൾ കൂട്ടുകാർ പറയുന്നത് ഇദ്ദേഹം ഭക്തനാണ്. എഴുത്തുകാരൻ പറയുന്നത് നിഷ്കളങ്കനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, നിരപരാധിയാണ്. ദൈവം പറയുന്നു, പിശാച് പോലും ഇദ്ദേഹത്തിനെതിരെ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല നെഗറ്റീവായിട്ട്. ഭാര്യ പറയുന്നു ഭക്തനാണ്. നമ്മുടെ ചോദ്യം, എന്തിനാണ് ഇങ്ങനെ നിഷ്കളങ്കനായി ജീവിക്കുന്ന ഒരാളെ പരിശോധിക്കേണ്ടതിനാണ്? സ്തോത്രം. അത്രയ്ക്കും നിഷ്കളങ്കനായി ജീവിക്കുന്ന ഒരാൾ എന്തിനാണ്? സാധാരണ പരിശോധനയൊന്നുമല്ല, സമാനതകളില്ലാത്ത ഒരു ടെസ്റ്റിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ദൈവം സ്നേഹമാണെങ്കിൽ, ദൈവം സർവശക്തനാണെങ്കിൽ എന്തുകൊണ്ടാണ് നിഷ്കളങ്കൻ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യോബിൻ്റെ പുസ്തകം. ആ ചോദ്യം നിസ്സാരമായൊരു ചോദ്യമല്ല, നാം എല്ലാവരും നിരന്തരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് തിയോളജി ക്ലാസ്സിലെല്ലാം നിരന്തരമായി ആളുകൾ തിയോളജി ക്ലാസ്സിൽ വൈ എന്ന് ചോദിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ അങ്ങനെ ആൾക്കാർ ചോദിച്ചു പോകും. എന്തുകൊണ്ട് എന്ന് ചോദിക്കാറുണ്ട് സഫറിങ്ങുമായി ബന്ധപ്പെട്ട്. ഇവിടെ നമുക്കറിയാം ആൾ വളരെ നിഷ്കളങ്കനാണ്. ഈ ചോദ്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ നിഷ്കളങ്കതയോടെ അങ്ങേ സേവിച്ചിട്ട് സത്യസന്ധമായി ദൈവത്തെ ആരാധിച്ചിട്ട് ദൈവത്തിനോട് ചേർന്നിരുന്നിട്ട് ഒത്തിരി ഉപവസിച്ചിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് എന്നും എനിക്ക് പ്രതിസന്ധിയാണ്,
എന്നും എനിക്ക് കഷ്ടതയാണ് എന്ന് പലരും പറയാറുണ്ട്. ഇത് നിരന്തരമായി ഭക്തന്മാരെല്ലാം ചോദിച്ചൊരു ചോദ്യമാണ്. അബ്രഹാം ഒരിക്കൽ ചോദിച്ചു, ദൈവമേ, നീ ദുഷ്ടന്മാരോടുകൂടി നീ നീതിമാന്മാരെ സംഹരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പിതാവ് അബ്രഹാമിന് അങ്ങനൊരു വികാരം ഉണ്ടായിരുന്നു. യെരമ്യാ പ്രവചനം 12-ാം അധ്യായം 1-ാം വാക്കിൽ യെരമ്യാവ് ചോദിക്കുന്നുണ്ട്, ദുഷ്ടൻ്റെ വഴി ശുഭകരമായിരിക്കാൻ സംഗതി എന്ത് എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചോ. ദുഷ്ടൻ്റെ വഴി ശുഭകരം കണ്ടോ. ദുഷ്ടന് ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ വഴി വളരെ ശുഭകരമാണ്. പക്ഷേ നിഷ്കളങ്കതയോട് നാട്ടിൽ ജീവിക്കുന്നവരോ അവരെ കന്നത്തടിക്കുന്നു, ചെളിക്കൊണ്ടി തള്ളുന്നു, അവരെ കൈ ആമത്തിലിടുന്നു. ചരിത്രത്തിലില്ലാത്ത സിവിൽ ആൻഡ് സ്പിരിച്വൽ കറപ്ഷനാണ് യെരമ്യാവിൻ്റെ കാലഘട്ടം. പക്ഷേ പാപം ചെയ്യുന്നവന് ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ യെരമ്യാവ് പറയുകയാണ്, എന്താണെന്നറിയാമോ, ദുഷ്ടൻ്റെ വഴി ശുഭകരമാണ് എന്ന് യെരമ്യാവ് 12:1 പറയുകയാണ്. ഞാനൊരു തീറ് തെളിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു വരുന്നത്, ശ്രദ്ധിച്ച് ഇരിക്കണം. പ്രസംഗത്തിന് അവസാനമേ പ്രസംഗം മനസ്സിലാവൂ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഈ പോയട്രിയുടെ യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിലെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടെ മനസ്സിലാകത്തുള്ളൂ. യോബിൻ്റെ പുസ്തകം തുടക്കത്തിൽ അതിൻ്റെ മധ്യകാലഘട്ടങ്ങളൊന്നും നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. നോക്കൂ, നിഷ്കളങ്കൻ എന്തുകൊണ്ടാണ് അപമാനിക്കപ്പെടുന്നത്? പ്രവാചകൻ അങ്ങനെ ചോദിക്കുകയാണ്. പ്രവാചകനും പറയുകയാണ്, ദുഷ്ടൻ്റെ വഴി ശുഭകരമാണ്. സത്യസന്ധമായി ജീവിക്കുന്നവന് വലിയ പ്രതിസന്ധികളിൽ ആണ്, കഷ്ടതയാണ്, ദുഃഖമാണ്. അല്പം കൂടെ കടന്നു കൈയാണ് ഗിദെയോൻ പറയുന്നത്. ഗിദെയോൻ പറയുന്നത് ദൈവം ഇവിടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അധിനിവേശവും അടിമത്വമാണ്. ഒരു ജനതയുടെ വിഭവങ്ങൾ പിശാച് പിടിച്ചു വെച്ചിരിക്കുകയാണ്. പണ്ടത്തെ ഈ അത്ഭുതമൊക്കെ എന്ത് ചെയ്യേ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ മിറക്കിൾസ് എവിടെ? അത്ഭുതങ്ങൾ എവിടെ? എന്തുകൊണ്ടാണ് ഈ ജനത ഇന്ന് ഈ പ്രതിസന്ധി അനുഭവിക്കുന്നത്, ഈ കഷ്ടത അനുഭവിക്കുന്നത്? ഗിദെയോൻ ചോദിക്കുകയാണ്. ഇതിനാണ് 73-ാം സങ്കീർത്തനം. 73-ാം സങ്കീർത്തനത്തിൽ ആസഫതാണ്. അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ്, മ്യൂസിഷ്യനാണ്, ആലയം വിടാതെ നിൽക്കുന്ന ആളാണ്, ഗായക സംഘത്തിൻ്റെ തലവനാണ്, ദൈവത്തിനോട് ചേർന്നിരിക്കുന്ന ആളാണ്. പക്ഷെ പുള്ളിക്കൊന്നും പ്രശ്നമാണ്. യോഗത്തിന് വരാത്ത, ബൈബിൾ സ്റ്റഡിക്ക് വരാത്ത, കോൺഫറൻസിന് പോകാത്ത, ഗായക സംഘത്തിലില്ലാത്ത ആളിനെ കുറിച്ച് ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അവനൊരു കുഴപ്പവുമില്ല. സദനം അവൻ്റെ കണ്ണ് പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവൻ്റെ വയർ ഉന്തി നിൽക്കുന്നു, അവൻ നിത്യ സ്വസ്ഥത അനുസരിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഇതൊരു വലിയൊരു പ്രമേയമാണ്, മനസ്സിലായല്ലോ. തലതിരിച്ചിട്ടൊരു പ്രമേയമാണ്. കാരണം ദുഷ്ടൻ്റെ അഭിവൃദ്ധിയും നീതിമാൻ്റെ ദുഃഖവും. കണ്ടോ, എന്നും പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഉപവാസമൊക്കെയാണ്, എനിക്കെന്നും കഷ്ടതയാണ്. പക്ഷേ ഈ സമ്മർദ്ദം, ഈ സംഘർഷം എന്നെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി. ഏറെക്കുറെ എൻ്റെ കാലുകൾ ഇടറിപ്പോയി. ഞാൻ സഭയോടൊരു കാര്യം പറയട്ടെ, സഫറിങ്ങിനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പേഴ്സിക്യൂഷനോടുള്ള, സഫറിങ്ങിനുള്ള നിങ്ങളുടെ റെസ്പോണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രതിസന്ധികൾ ചിലർ ഉറയ്ക്കും, ചിലർ തെറിച്ചു പോകും, അങ്ങനെ ഉണ്ടാവും. അതങ്ങനെയാണ്. കാരണം വിദഗ്ധരുടെ മുമ്പിൽ തന്നെ പറയുന്നുണ്ട്, പാറപ്പുറത്ത് വീണത് പേഴ്സിക്യൂഷനാണ്, സഫറിങ് ആണ്, ടെംപ്റ്റേഷനാണ്. ഇത് വന്നപ്പോൾ വേരില്ലാഞ്ഞുകൊണ്ട് ഉണങ്ങിപ്പോയി. കണ്ടോ? അപ്പോൾ ചില പ്രതികൂലങ്ങൾ വചനത്തിൽ വേരില്ലാത്തത് കൊണ്ട് ചില പ്രതികൂലങ്ങൾ ചിലരെ കഷ്ടത ദൈവത്തിന് അകറ്റിക്കളയും, പക്ഷേ ചിലരെ ഉറപ്പിക്കും. അതുകൊണ്ട് കഷ്ടതയോടുള്ള നിങ്ങളുടെ സമീപനം വളരെ ജാഗ്രതയോടായിരിക്കണം. നിങ്ങൾ ജോസഫ് മാഷിനെ അറിയാമല്ലോ, നമ്മുടെ മൂവാറ്റുപുഴക്കാരുണ്ടെങ്കിൽ അറിയാം. ജോസഫ് കൈവെട്ടിയ ജോസഫ് മാഷ്. ഞാൻ ജോസഫ് മാഷിനെ കാണാൻ പോയായിരുന്നു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക്. 2 പ്രാവശ്യം പോയി. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം മാഷിനെ കാണാൻ ചെന്നപ്പോഴത്തേന് കണ്ടു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ചൊക്കെ എഴുതി ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു. 2ാമത്തെ പ്രാവശ്യം ചെന്നപ്പോഴത്തേന് പുള്ളി ദൈവസ്ഥനൊക്കെ അകലാൻ തുടങ്ങി. പുള്ളി വലിയ യുക്തിവാദി, നിരീശ്വരവാദിയാണ്. കേട്ടോ, ഇപ്പോൾ യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്. UK വന്നിരുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. ഇവിടെ കൊണ്ടുവന്ന യുക്തിവാദി സംഘമാണ്. അപ്പോൾ ഒത്തിരി അദ്ദേഹത്തിന് ആത്മകഥ വായിച്ചിട്ടുള്ളവർക്കറിയാം. പുള്ളിയുടെ കൈവെട്ടിയതല്ല പുള്ളിക്ക് ഏറ്റവും വലിയ പ്രശ്നം, ഭാര്യയുടെ സൂയിസൈഡാണ്. പുള്ളിക്ക് ജോലി പോയി, സഭയുടെ മാനേജ്മെൻറ്റ് അവിടെ നിന്ന് പിരിച്ചുവിട്ട് പുള്ളിയെ, ജോലി നഷ്ടപ്പെട്ടു, വിഷാദരോഗത്താൽ ഭാര്യ സൂയിസൈഡ് ചെയ്തു. അതുകൊണ്ട് പുള്ളിക്ക് റിലിജിയനോട്, ഡിനോമിനേഷനോട്, ദൈവത്തോട്, പ്രീസ്റ്റ്ഹുഡിനോടൊക്കെ വലിയ നിരാശ ഉണ്ടായി. ഇപ്പോൾ പുള്ളി നിരീശ്വരവാദിയാണ്. ഞാൻ പറഞ്ഞു വന്നൊരു വിഷയം, ചില ആളുകൾ അങ്ങനാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾക്ക് ഡോക്ടർ ജോർജ് ഷോമേൽ സാറിനെ അറിയാമോ? തിരുവല്ലായിൽ നവജീവോദയത്തിൻ്റെ ജോർജ് ഷോമേൽ സാറിൻ്റെ 3 മക്കൾ അത്യപൂർവമായി മാത്രം ഉണ്ടാകുന്ന ഒരു ജനിതക രോഗം ഉണ്ടാകുകയാണ്. ഏഷ്യയിൽ 1,00,000 പേർക്ക് ഒരാൾക്കേ ഉണ്ടാകുന്നുള്ളൂ. അത് മൂത്ത മോനുണ്ടായി. ഏഷ്യയിൽ ജോർജ് ഷോമേൽ സാറിൻ്റെ വീടല്ല ഉണ്ട്, വേറെ ഒത്തിരി വീടുണ്ട്. 2ാമത്തെ മോനും ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 2-3 മക്കൾ ഈ അപൂർവമായ ജനിതക രോഗം വന്ന് മരിക്കുകയാണ്. നിങ്ങൾ യൂട്യൂബിൽ ജോർജ് ഷോമേൽ സാറിൻ്റെ ടെസ്റ്റ് മണി ഉണ്ട്, നിങ്ങൾ കേൾക്കണം. അദ്ദേഹത്തിൻ്റെ
പുള്ളി വളരെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പുള്ളി പറയുന്നത്, ഏഷ്യയിൽ ദൈവം സ്നേഹിക്കുന്നൊരു വീടുണ്ടെങ്കിൽ എൻ്റെ വീടാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ജോസഫ് മാഷും ജോർജ് ഫെമൽ സാറും ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സഭയോട് വളരെ വ്യക്തമായി പറയുന്നു, പ്രതിസന്ധികളിൽ ഒരു ഇഞ്ച് പോലും ആരും പുറകോട്ട് പോകരുത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും. ജീവിതത്തിൽ സ്നാനപ്പെടാൻ പോകുന്നവരൊക്കെ കേട്ടോണം, വിശ്വാസത്തിൻ്റെ സ്വീകരണത്തിൻ്റെ ഭാഗമായി സ്തോത്രം, സ്നാനപ്പെട്ട ശേഷം മരുഭൂമിയിലേക്ക് നടന്നെന്നാണ് പറഞ്ഞു യേശു. സ്നാനപ്പെട്ട ശേഷം അപ്രതീക്ഷിതമായ വിഷയങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ഇതിൻ്റെയൊക്കെ നടുവിൽ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ധൈര്യത്തോടെ ഉറച്ചു നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഷ്ടതയെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, സഫറിങ്ങിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ഏറെക്കുറെ കാര്യങ്ങൾ ഇടറിപ്പോയി, വഴുതിപ്പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ആലയത്തിൽ ഞാൻ ചെന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നീ അവരെ വഴിവെഴുപ്പിൽ നിർത്തുന്നു, മെരുൾച്ചകളാണ് അവർ അശേഷം മുടിഞ്ഞു പോകുന്നു, പക്ഷേ നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. സഭയോട് ഇന്ന് പകരം ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവസഭയിൽ ആജ്ഞ ഉത്തരവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ വിഷയമായി വന്നാൽ, ദൈവസഭയിൽ വിഷയമായി വന്നാൽ ആ വിഷയത്തിന് മറുപടി ഉണ്ടെന്ന് ഇന്ന് പല എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്. ആജ്ഞ ഉത്തരം ദൈവസന്നിധി കണ്ടെത്തുക. ദൈവസന്നിധിയിൽ ആജ്ഞ ഉത്തരം കണ്ടെത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അവർ വഴിവഴിപ്പിലാണ് നിൽക്കുന്നത്, പക്ഷേ നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. പിന്നത്തെ ബഹുത്വത്തിലേക്ക് എൻ്റെ കൈകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു ആത്മീയമായി ഉത്തരം കണ്ടെത്താൻ തയ്യാറാകണം. സ്തോത്രം. അപ്പോൾ ഇത് ആളുകളുടെ എല്ലാം, യെരമ്യാവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഗിദെയോൻ്റെ പറഞ്ഞു, അബ്രഹാമിൻ്റെ പറഞ്ഞു, ആസവ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇതൊരു വികാരമാണ്. ഇത് അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹബക്കുക്കാണ്. ഹബക്കുക്ക് 1-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? എത്രത്തോളം ഇത് തുടരും? ഇപ്പോൾ 2024 തീരാൻ പോകുകയാണ്. മാറുമെന്ന് ഭാഷ പ്രസംഗിക്കുന്നതല്ലാതെ ഇത് മാറുന്നില്ല, കോംപ്ലിക്കേറ്റഡ് ആകുകയാണ്. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. എത്രത്തോളം ഇത് തുടരും? കള്ളത്തുലാസും കരിഞ്ചന്തയും വർദ്ധിക്കുകയാണ്. ചെറിയ മത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ വിഴുങ്ങുകയാണ്. ഭവനഭേദം നടക്കുകയാണ്. രക്തച്ചൊരിച്ചിലാണ്. തന്നിലും നീതിമാനായവനെ ദുഷ്ടം വിഴുങ്ങിക്കളയുകയാണ്. ഇതൊക്കെ നടക്കുന്നതിലല്ല പ്രവാചകന് വേദന. പിന്നെന്താണെന്നറിയാമോ? ദൈവം മൗനമാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? സിസ്റ്റത്തിൻ്റെ ജീർണതയിലല്ല പ്രവാചകന് വേദന, ദൈവത്തിൻ്റെ മൗനം. 2024 അവസാനിക്കാൻ പോകുന്നു. നാളിതുവരെയായി നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം മൗനമാണ്. ദൈവത്തിൻ്റെ മൗനമാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ നിശബ്ദതയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നെങ്കിൽ, ഇന്ന് ഒരു കാര്യം പറയട്ടെ, ദൈവം നിശബ്ദത വെടിയാൻ പോകുകയാണ്. ദൈവം മൗനം വെടിയാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ പ്രാർത്ഥനയുടെ മേൽ, എൻ്റെ ഉപവാസത്തിന് മേൽ ദൈവം മൗനം വെടിഞ്ഞ്, ദൈവം നിശബ്ദതകളെ ഭേദിച്ച് ദൈവം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ്റെ വേദന ഈ പ്രതിസന്ധിയിലല്ല, ദൈവം റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ വലിയ വിഷമത്തിലായിരിക്കുമ്പോൾ ദൈവം പ്രതികരിക്കാതിരിക്കുകയാണ്. അവിടെ ദൈവം പറയാണ്, ഞാൻ ഇറങ്ങി വരും. ഒരു നല്ല സ്വതന്ത്രം പറഞ്ഞേ, ഞാൻ ഇറങ്ങി വരും, ഞാൻ ഇടപെടും. കടപ്പുറത്ത് മീൻ പടയ്ക്കുന്ന പോലെ സകല ദുഷ്ടനും പടയ്ക്കും ഞാൻ. ഇതൊക്കെ സംഭവിച്ചാൽ നീ നിരാശപ്പെടേണ്ട. നിന്റെ ദർശനം പലകമേലെഴുതുക. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം, അതിനായി കാത്തിരിക്കുക. സഭയോട് പറയട്ടെ, എന്തൊക്കെ നടന്നാലും നിങ്ങൾ നിരാശപ്പെടേണ്ട. സഭയോടൊരു ദൂതുണ്ട്, നിന്റെ കുടുംബത്തൊരു ഉടമ്പടിയുണ്ട്. ദൈവം പറഞ്ഞ ഉടമ്പടി ദൈവം പൂർത്തീകരിക്കും. അത് എത്ര പേര് ഇതുപോലെ വിശ്വസിക്കുന്നുണ്ട്? എന്തൊക്കെ നടന്നാലും, എന്തൊക്കെ പ്രതികൂലമുണ്ടായാലും, ലോകം ഇളകി മറിഞ്ഞാലും, ആഭ്യന്തരം ഉണ്ടായാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. നിരാശപ്പെടേണ്ട. പിന്നെന്താണെന്നറിയാമോ? ഒരു ഉടമ്പടി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ? ഒരു ചെറിയ ദൂത കേട്ടോ. കൽദയരുടെ നാശം, നിങ്ങളുടെ വിടുതൽ. ഞാനത് ചെയ്യും. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ ദൂത് പൂർത്തീകരിക്കും. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ ഉടമ്പടി ദൈവം പൂർത്തീകരിക്കും. സ്തോത്രം. അത് നീ പലകമേൽ എഴുതാനാണ് പറഞ്ഞത്. ഓടിച്ചു വായിക്കുക. കമൻട്രിയിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓടിച്ചു വായിക്കാതെ കൊണ്ട് എഴുതാൻ പറയുന്നുണ്ട്. ഓടിപ്പോകുന്നവൻ വായിക്കണമെന്ന് പറയുന്നുണ്ട്. വായിക്കുന്നവനെ ഓടിക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യമുണ്ട്. സ്തോത്രം. ചെറിയൊരു ദൂതാണ്, കൽദയരുടെ നാശം. സ്തോത്രം. ജനത്തിൻ്റെ വിടുതൽ. അതാണ് എനിക്ക് സഭയോട് പറയാനുള്ളത്. ഒന്നിനും നിങ്ങൾ നിരാശപ്പെടേണ്ട. ഉടമ്പടി പൂർത്തീകരിക്കും. എന്തൊക്കെ ഇളകി മറിഞ്ഞാലും, പ്രതിസന്ധികൾ ഉണ്ടായാലും, പ്രൈസറുടെ സ്തോത്രം, പ്രിയമുള്ള ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിഞ്ഞാലും, പ്രൈസറുടെ പ്രതികൂലങ്ങൾ ഉണ്ടായാലും, കൊടുങ്കാറ്റുണ്ടായാലും, ആഭ്യന്തര യുദ്ധമുണ്ടായാലും, ഇടത്ത് 1000 വലത്ത് 10,000 പേര് വീണാലും നിങ്ങൾ നിരാശപ്പെടേണ്ട. ഒരു ദർശന പലകമേൽ എഴുതുക. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം, അതിനായി കാത്തിരിക്കുക. സ്തോത്രം.
ദർശനത്തിനൊരു തുടക്കമുണ്ട്, അതിനൊരു സമാപ്തിയുണ്ട്. പക്ഷേ ഇതിന് ഇടയ്ക്കൊരു സംഭവമുണ്ട്. എന്നാണെന്നറിയാമോ? അവധി. സ്തോത്രം. ദർശനത്തിനൊരു തുടക്കമുണ്ട്, ദർശനത്തിനൊരു അവസാനമുണ്ട്, പക്ഷേ അവധിയുണ്ട്. അതാ നമുക്ക് പ്രശ്നം. കണ്ട ദർശനം പോലെ നടക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾ എപ്പോഴും മനസ്സിൽ കുറിച്ചോണം. യോസഫ് കണ്ടത് പട്ടണത്തിൽ ഇടുന്നതല്ല, യോസഫ് കണ്ടത് ജയിലിൽ കിടക്കുന്നതല്ല, യോസഫ് കണ്ടത് പെണ്ണുകേസ് പ്രതിയാകുന്നതല്ല, യോസഫ് കണ്ടത് സഹോദരന്മാരുടെ ഗൂഢാലോചനയല്ല, യോസഫ് കണ്ടത് സഹോദരന്മാരുടെ അടുത്ത് പൊട്ടക്കണ്ടി ഇടുന്നതല്ല. യോസഫ് കണ്ടത് തിരിച്ചാ. സഹോദരന്മാർ ഓണർ ചെയ്യുന്നതാണ്, ആദരിക്കുന്നതാണ്, മാതാപിതാക്കൾ തന്നെ ആദരിക്കുന്ന. പക്ഷെ പിറ്റേ ദിവസം മുതൽ ദർശനത്തിന് ഓപ്പോസിറ്റാണ്. സഭയോടൊരു ദൂത് പറയട്ടെ, കണ്ട ദർശനത്തിന് ഓപ്പോസിറ്റാണ് നിന്റെ ലൈഫിൽ നടക്കുന്നെങ്കിൽ, നീ കേട്ട ദൂതിന് ഓപ്പോസിറ്റാണ് ഇപ്പോൾ നടക്കുന്നെങ്കിൽ, ദൈവം നിന്നോട് പറഞ്ഞ ആലോചനയ്ക്ക് ഓപ്പോസിറ്റാണ് നിന്റെ മിനിസ്ട്രിയിൽ, നിന്റെ ജീവിതത്തിൽ നടക്കുന്ന. നിരാശപ്പെടേണ്ട, അവധി വേഗം തീരും, ദർശനത്തിന് പൂർത്തീകരണത്തിൽ എത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് കണ്ട ദർശനത്തിനും അതിൻ്റെ പൂർത്തീകരണത്തിനിടയിൽ ഒരു അവധി ഉണ്ടെന്ന് എപ്പോഴും മനസ്സിലാക്കണം. അതെപ്പോഴും ഓപ്പോസിറ്റ് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. സ്തോത്രം. അത് ഗുണത്തിന്, ദോഷത്തിനല്ല. സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട്. സ്തോത്രം. യോസഫിനെ ചങ്ങലയ്ക്കകത്തിട്ടത് വചനത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയാണ്. അവന് ശോധന വന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സ്തോത്രം. ഫറവോന്റെ ഭാര്യ, പോത്തിഫറിന്റെ ഭാര്യ അപവാദം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ആ വീട്ടിൽ തന്നെ ഇരുന്നേനും. മിസ്റ്ററി പിടികിട്ടിയോ? പോത്തിഫറിന്റെ ഭാര്യ അപവാദം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ജയിലിൽ പോകത്തില്ല, അവിടെ സ്വപ്നം വ്യാഖ്യാനിക്കത്തില്ല, അവിടെ നീ പുറത്തു വരത്തില്ല. പോത്തിഫറിന്റെ ഭാര്യ അപവാദം പറഞ്ഞുകൊണ്ടാണ് പോത്തിഫറിന്റെ വീട്ടിൽ നീ ജയിലിൽ പോയത്. കാരണം എന്താ പറയുക? നീ വന്നതുകൊണ്ട് ഈ വീട് അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് പോത്തിഫർ അവിടെ താമസിപ്പിക്കും. അതുകൊണ്ട് അപവാദം പറയുന്നതിൻ്റെ പിന്നിൽ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. പ്രൈസ്. നിങ്ങൾ അപമാനം കേൾക്കുന്നതിന് പിന്നിലും അതിപ്പോൾ അറിയത്തില്ല. പ്രൈസ്. ഇപ്പോൾ അറിയത്തില്ല, അത് പിന്നീടേ അറിയത്തുള്ളൂ. പ്രൈസ്. സ്തോത്രം. അങ്ങനെ വാക്യം തന്നെ ഉണ്ട്. ഇപ്പോൾ ഇത് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ഇപ്പോൾ അറിയുന്നില്ല, എന്നാൽ പിന്നെ അറിയത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ കാരണം എന്തെന്ന് പലപ്പോഴും ഇപ്പോൾ അറിയത്തില്ല, പിന്നീട് അറിയും. അതിന് പിന്നിലെ ദൈവത്തിൻ്റെ കരം. പ്രൈസ്. ഇപ്പോൾ ഹബക്കൂക്ക് ക്ലിയർ ആയി കേട്ടോ. ആദ്യം കൺഫ്യൂഷനുണ്ട്, രാഗത്തിന് വിഭ്രരാഗമാണ്. ഇപ്പോൾ ഹബക്കൂക്കിന് മനസ്സിലായി എന്താ കാര്യം. ഉടനെ അദ്ദേഹത്തിൻ്റെ പാട്ട് മാറുക. ആദ്യത്തെ കൺഫ്യൂഷനൊക്കെ മാറി. എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവം ആരാണെന്ന്. അവൻ തേമാനിന്ന് വിളങ്ങുന്നു, പാറാൻ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. എൻ്റെ ദൈവം ഇറങ്ങി വരുമ്പോൾ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, ഭൂമി സ്തുതി കൊണ്ട് മൂടുന്നു. എൻ്റെ ദൈവം ഇറങ്ങി വരുമ്പോൾ കുന്നുകൾ ആടി ഉലയുകയാണ്. എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവം ആരാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ നോളജ്, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി, എൻ്റെ ദൈവത്തിൻ്റെ സോവറിനിറ്റി എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അത്തി തളിർത്തില്ലെങ്കിലും, ആ കോൺട്രസ്റ്റിനെ പ്രസംഗിച്ചാൽ അത്തി തളിർത്തില്ലെങ്കിലും, മുന്തിരിവള്ളി പൂത്തില്ലെങ്കിലും, പശുക്കൾ പാൽ തന്നില്ലെങ്കിലും, ആട്ടുകൂട്ടം ചത്തുപോയാലും എനിക്ക് വിഷയമല്ല. ഞാൻ യഹോവയെ പ്രമോദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്തി തളിർക്കുന്നല്ല എൻ്റെ ആരാധനയുടെ അടിസ്ഥാനം കേട്ടോ. എൻ്റെ ആരാധനയുടെ അടിസ്ഥാനം അത്തി തളിർക്കുന്നതല്ല. എൻ്റെ ആജ്ഞയുടെ അടിസ്ഥാനം അത്തിയുടെ തളിർപ്പല്ല, ഭൗതിക നന്മയല്ല. എൻ്റെ ആരാധനയുടെ അടിസ്ഥാനം ദൈവം ആരായിരിക്കുന്നു എന്നുള്ളതാണ്. തേമാനിൽ നിന്ന് വിളങ്ങുന്ന ദൈവം, പാറാൻ പർവ്വതത്തിൽ ഇറങ്ങി വരുന്ന ദൈവം, എൻ്റെ ദൈവം ആരായിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആജ്ഞയുടെ അടിസ്ഥാനം. ആരാധിക്കാൻ അത്തി തളിർക്കണ്ട കേട്ടോ. ആരാധിക്കാൻ മുന്തിരി തളിർക്കണ്ട. ആരാധിക്കാൻ പശുക്കൾ പാല് തരണ്ട. സകലവും നിറയ്ക്കുന്നവൻ യഹോവയാണെന്നൊരു റെവലേഷൻ മതി. നന്മകൾ ചുരത്തുന്നവൻ ദൈവമാണെന്നുള്ള കാഴ്ചപ്പാട് മതി. അത് മതി ദൈവത്തെ ആരാധിക്കാൻ. പ്രൈസ് ദി ലോർഡ്. സൗകര്യങ്ങളുടെ നടുവിൽ ആത്മീയതയല്ല, അസൗകര്യങ്ങളുടെ നടുവിലെ ആത്മീയത. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കത്തുള്ളൂ. പാസ്റ്റർമാർ പറയുന്നത് പോലും അങ്ങനെയാ, സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെന്നാ. തിയോളജിക്കലി ഇത് കറക്റ്റ് അല്ല. പ്രൈസ് ദി ലോർഡ്. 34-ാം സങ്കീർത്തനം സന്തോഷമല്ല. ഭയപ്പാടിൻ്റെ, പേടിച്ചോട്ടത്തിൻ്റെ, ഒളിച്ചോട്ടത്തിൻ്റെ, വെല്ലുവിളിയുടെ നടുവിലാ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും സ്തുതിക്കും. സന്തോഷമില്ലാത്തവർ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കണം. കാരണം അപ്പി തളുത്തില്ലെങ്കിൽ വിഷയമല്ല, മുന്തിരിവള്ളി തളുത്തില്ലെങ്കിൽ വിഷയമല്ല. കാരണം എൻ്റെ ദൈവം സർവശക്തനാണ്, എൻ്റെ ദൈവം സർവജ്ഞാനിയാണ്. അവൻ ആരാണെന്നുള്ളതാണ് സ്വതന്ത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവജനത്തിന് സംഭവിക്കുന്നതിന് പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് റോമാലേഖനം പറയുന്ന സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. സ്തോത്രം. അതിൻ്റെ എല്ലാ ഉത്തരം വിലാപങ്ങളുടെ പുസ്തകം 3:37 പറയുന്ന റെഫറൻസൊക്കെ ഒന്ന് കാണിച്ചേക്കണം.
വിലാപങ്ങൾ 3:37 പറയുന്നുണ്ട്, കർത്താവ് കൽപ്പിക്കാതെ ആര് പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. ഉണ്ടോ? നിങ്ങളുടെ സകല ചോദ്യത്തിന് ഉത്തരം അതിനകത്തുണ്ട് കേട്ടോ. വിലാപങ്ങൾ സോദരം, കർത്താവ് കൽപ്പിക്കാതെ ആര് പറഞ്ഞിട്ടാകുന്നു. എന്തൊരു പവർഫുള്ളാണ് ആ വാക്യം. കർത്താവ് കൽപ്പിക്കാതെ ആര് പറഞ്ഞിട്ടാകുന്നു വല്ല സംഭവിക്കുന്നത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതം ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതം ഒന്നും സംഭവിക്കുന്നില്ല. 115 സംഗീതം 2 വാക്യം, നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട്, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ പറിച്ചെടുക്കും, ആർ തടുക്കും. ഇതെന്തിനു ചെയ്തു എന്ന് എന്നോട് ആർ ചോദിക്കും? നീ എന്നോട് എന്തിനു വാദിക്കുന്നു? ഞാൻ ചെയ്യുന്നതൊന്നിനും ആരോട് കാരണം പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ദൈവമാണ് സോവറിൻ ഗോഡ്. നമ്മുടെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കും. ഇന്നിവിടെ ഒരു ചെറുവല്ല അനങ്ങണമെങ്കിൽ കണ്ടോ, കർത്താവ് കൽപ്പിക്കാതെ ആര് പറഞ്ഞിട്ടത് വല്ല സംഭവിക്കുന്നത്. ദൈവം അറിയാതെയല്ല ഇതൊന്നും സംഭവിക്കുന്നത്. അങ്ങനെ ദൈവം ഒരു ശോധനയിലൂടെ നിങ്ങളെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അതിന് പ്രത്യേകമായ പദ്ധതിയുണ്ട്. ദൈവം ഒരു ഉദ്ദേശത്തോടു കൂടി ഒന്നും ചെയ്യുന്നില്ല, ഒന്നും യാദൃച്ഛികമല്ല, എല്ലാം ദൈവിക നിർണയത്തിന്റെ ഭാഗമാണ്. പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടി അല്ലാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു നിഷ്കളങ്കനെ പ്രതിസന്ധിയിലൂടെ കടത്തി വിടുമ്പോൾ, ഒരു തെറ്റും ചെയ്യാത്തവൻ ശോധനയുടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതിന് പിന്നിൽ ദൈവത്തിന് പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട്. അതാണ് റോമാലേഖനം 8 പറയുന്നത്, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിങ്ങളുടെ നന്മയല്ലാതെ ദൈവത്തിൻ്റെ മഹത്വമല്ലാതെ മറ്റൊന്നും ഇതിൻ്റെ പിന്നിലില്ല. സ്തോത്രം. വേഗം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്ന് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. എന്തിനാ ടെസ്റ്റ്? സാത്താനും ദൈവം തമ്മിൽ നടത്തുന്ന ഒരു എൻകൗണ്ടറാണ്. സാത്താൻ ദൈവത്തിനെടുക്കെന്ന് പറയാണ്, ഈ പുള്ളി ഭക്തനായിരിക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നീ അവനെ എല്ലാറ്റിലും അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവൻ ഭക്തനായിരിക്കുന്നതിൻ്റെ കാരണം നീ വേര് കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. ഇവൻ ഭക്തനായിരിക്കുന്നതിൻ്റെ കാരണം സൗകര്യങ്ങളുള്ളത് കൊണ്ടാണ്. കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഈ ഭക്തി, കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഈ ആരാധന സോദരമൊക്കെ. ഈ ഭക്തി സൗകര്യമുള്ളത് കൊണ്ടാണ്. സാത്താൻ്റെ ആർഗ്യുമെൻ്റാണ്, വളരെ റെലവൻ്റാണത്. ഉടൻ സാത്താൻ പറയാണ്, ഈ സൗകര്യങ്ങളെല്ലാം ഒന്ന് പിൻവലിക്കാമെങ്കിൽ, ഇവന് ഭക്തി ഉണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ഭക്തി. അതാണ് നമ്മുടെ പ്രസംഗത്തിൻ്റെ തലക്കെട്ട്. എന്താണ് റിയൽ സ്പിരിച്വാലിറ്റി? ഇന്ന് കാണുന്നൊരു സ്യൂഡോ സ്പിരിച്വാലിറ്റിയാണ്. യഥാർത്ഥ ആത്മീയത, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ആത്മീയത സൗകര്യങ്ങളുടെ നടുവിലെ ആത്മീയതയല്ല. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ആത്മീയത അസൗകര്യങ്ങളുടെ നടുവിലെ ആത്മീയതയാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ആത്മീയത സൗകര്യങ്ങളുടെ നടുവിലെ ആത്മീയതയല്ല. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ആത്മീയത എല്ലാം ലഭിച്ചവന്റെ ആരാധനയല്ല, എല്ലാം നഷ്ടപ്പെട്ടവന്റെ സഹനമാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ആത്മീയത കേട്ടോ, എല്ലാം നഷ്ടപ്പെട്ടവന്റെ സഹനമാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ആത്മീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ സൗകര്യം ഉള്ളതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. സാത്താൻ്റെ വാദമാണ്. അങ്ങനെയാണ് എല്ലാ സൗകര്യവും തിരിച്ചെടുക്കണം. അവൻ്റെ വേര് പൊളിച്ചതാ, ഞാൻ അവൻ്റെ ഭക്തി പൊളിച്ചു തരാം. ഇവിടെ വേലി ഉണ്ടായിട്ട് യോഗത്തിന് ബൈസ്റ്റഡിക്കും വരാൻ വയ്യ, പിന്നെ വേലി പൊളിച്ചാൽ മനസ്സിലാകുന്നത്. നിസ്സാരമായിട്ടൊന്നും കേൾക്കരുത്, കാണരുത് ആത്മീയതയെ. വേലി ഉണ്ടായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വയ്യ. വേലി പൊളിക്കുന്ന ഡിവൈൻ പ്രൊട്ടക്ഷൻ വിഡ്രോ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. വേലി ഉള്ളത് കൊണ്ടാണ് അവൻ ഭക്തനായിരിക്കുന്നത്, സമ്പത്തുള്ളതുകൊണ്ടാണ് അവൻ ഭക്തനായിരിക്കുന്നത്. ഇതൊക്കെ പിൻവലിച്ചാൽ ഇവന് ഭക്തി ഉണ്ടോ എന്ന് നമുക്കറിയാം. നിങ്ങൾക്കറിയാമോ, സാത്താൻ്റെ ഈ വാദം ദൈവം പൊളിക്കുന്നത് ഇയ്യോബിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. മനസ്സിലായോ? എന്താണ് യഥാർത്ഥ ആത്മീയത? നിങ്ങൾ ആത്മീയത കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താണ്? സൗകര്യയുടെ നടുവിൽ ആത്മീയതയെക്കുറിച്ചാണ് നമുക്ക് കേൾക്കുന്ന പ്രസംഗമെല്ലാം, അതാണ്, പാട്ടും അതാണ്. അങ്ങനെ ഒരു ദൈവശാസ്ത്രം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകലൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, അസൗകര്യങ്ങളുടെ നടുവിൽ ആത്മീയതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ടവരെ ആരാധനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മക്കൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഹി ഫെൽ ടു ഗ്രൗണ്ട് ആൻഡ് വർഷിപ്ഡ് ഹിം. മക്കൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ കവണ് വീണ് ആരാധിച്ച ഒരു വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതാണ് പറയുന്നത്. കണ്ടംപററി തിയോളജിക്കെതിരാണ് ഞാൻ സംസാരിക്കുന്നത്. കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം, ആത്മീയത മറ്റൊന്നാണ്. ആത്മീയത എന്ന് പറയുന്നത് ഇയ്യോബിന്റെ പുസ്തകം അവതരിപ്പിക്കുന്ന ആത്മീയത അസൗകര്യങ്ങളുടെ നടുവിലെ ആത്മീയതയാണ്. എല്ലാം തലകീഴായി നിൽക്കുമ്പോൾ, എല്ലാം കൈവിട്ടു പോകുമ്പോൾ സഹിഷ്ണുതയോടെ ദൈവത്തിന് മുമ്പിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു ഭക്തന്റെ ആരാധന. ഹല്ലേലൂയ.
സാത്താൻ്റെ വാദം ദൈവം പൊളിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ പൊളിക്കാൻ തീരുമാനിച്ചു? ഇയ്യോബിൻ്റെ ധർമ്മബോധം പരീക്ഷിക്കാൻ, ഇയ്യോബിനെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ വിചാരണകൾ ആരംഭിക്കുന്നു. ശ്രദ്ധിച്ച് കേട്ടണം, വിചാരണ ആരംഭിക്കുന്നു. ദൈവം അനുവദിക്കുന്നു. ഒന്നാമത്തെ ടെസ്റ്റ്, വേലി പൊളിച്ചു. സാത്താൻ്റെ വാദമായിരുന്നു, വീരവാദമായിരുന്നു. വേലി പൊളിക്കുക, ഞാൻ ഭക്തി പൊളിച്ചു തരാം. വേലി പൊളിച്ചു മാറ്റി. അവൻ്റെ ഭക്തി കുറഞ്ഞില്ല കേട്ടോ. ഇതിനകത്ത് വേറെ ഒത്തിരി കൊച്ചു കൊച്ചു ഉപപ്രണയങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോബിൻ്റെ പുസ്തകത്തിൽ ദൈവം വേലി പൊളിച്ചപ്പോഴാണ് സാത്താൻ അങ്ങോട്ട് കയറിയത്. യോബിൻ്റെ പുസ്തകത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാത്താൻ ദൈവത്തോട് പെർമിഷൻ ചോദിച്ചുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യുന്നതെല്ലാം. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തോട് പെർമിഷൻ വാങ്ങിച്ചുകൊണ്ടാണ് സാത്താൻ ടെസ്റ്റ് ചെയ്യുന്നത്. അറിയാമോ? നമ്മൾ ഈ ഡെമനോളജി കൂടുതൽ വലിയ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇടയിൽ. ഞാനതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. ബൈബിളിൽ ഏറ്റവും കുറച്ച് പറയുന്നത് പേരാ സാത്താൻ. അതറിയാമോ? ഓട്ടോറിക്ഷ വേണ്ടി സാത്താനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതറിയാമോ? യോഹന്നാൻ പുസ്തകത്തിലേ ഉള്ളൂ. നമ്മളതാ കൂടുതൽ പറയുന്നത്. സോദരം, സാത്താനുള്ള പേര് ഉപയോഗിച്ചിരിക്കുന്നത് യോഹന്നാൻ പുസ്തകത്തിലാണ് കൂടുതൽ. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ സ്പിരിച്വൽ വാർഫെയറുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബൈബിളിൽ ഏറ്റവും കുറച്ച് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗമാണ് സാത്താൻ്റെ കാര്യം. ബൈബിൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ പവറിനെ കുറിച്ചാണ്, ദൈവത്തിൻ്റെ സോവറിനിറ്റിയെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ നോളജിനെ കുറിച്ചാണ്, സഭയുടെ അധികാരത്തെക്കുറിച്ചാണ്, നിങ്ങളുടെ അനോയിൻറ്റിങ്ങിനെ കുറിച്ചാണ്, നിങ്ങളുടെ റിഡംഷനെ കുറിച്ചാണ്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. ഇതാണ് നമ്മുടെ ഇടയിൽ കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യുന്നത്. ദൈവത്തോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം വേലി പൊളിച്ചപ്പോഴാണ് കൽദേര് കാളയെ പിടിച്ചത്. കൽദേര് നിങ്ങളുടെ കാളയെ പിടിക്കണമെങ്കിൽ, ശെബായർ നിങ്ങളുടെ കല്ലിയെ പിടിക്കണമെങ്കിൽ, ഇന്ന് പകരം ഞാനൊരു കാര്യം പറയുന്നു, ദൈവം അനുവദിക്കാതെ സംഭവിക്കത്തില്ല. ദൈവം വേലി പൊളിച്ചപ്പോഴാണ് കൽദേർക്ക് അതുവഴി പോകാൻ പോയത്. ഇതുവഴി പോകാഞ്ഞിട്ടല്ല, കാറ്റടിക്കാഞ്ഞിട്ടല്ല, പ്രതിസന്ധി ഉണ്ടാകാഞ്ഞിട്ടല്ല, നഷ്ടങ്ങൾ ഉണ്ടാകാഞ്ഞിട്ടല്ല, തുടരുത് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ്. തുടരുത് ദൈവം കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ദൈവം വേലി പൊളിച്ചില്ലെങ്കിൽ കൽദേരുടെ കാളയെ പിടിക്കില്ല, ശെബായരുടെ കഴുതിയെ പിടിക്കത്തില്ല. പ്രിയമുള്ളവരെ, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു, 2-ാമത്തെ അധ്യായത്തിൽ ശരീരത്തെ തൊടാൻ 2ാമത് പെർമിഷൻ ചോദിക്കുക. ആദ്യം അത് കൊടുത്തില്ല. ശരീരത്തെ തൊടാൻ 2ാമത് പെർമിഷൻ ചോദിക്കുകയാണ്. പ്രാണനെ തൊടാൻ പെർമിഷൻ കൊടുത്തില്ല. ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ ഇടയിൽ നറേഷൻ നടക്കുന്നത്. മനസ്സിലായോ? പ്രാണനെ തൊടാൻ 2 കാര്യം കൂടി ഞാനത് തെളിയിക്കാം. പത്രോസെ, പലവട്ടം നിന്നെ പാറ്റിക്കളയാൻ എന്നോട് പെർമിഷൻ ചോദിച്ചു. നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ പെർമിഷൻ കൊടുത്തില്ല. പത്രോസിനെ തൊടാൻ പെർമിഷൻ കൊടുക്കാതിരുന്നതും ഇയ്യോബിനെ തൊടാൻ പെർമിഷൻ കൊടുത്തതുമാണ് ദൈവത്തിന്റെ ഹിതമെങ്കിൽ, ഇന്ന് പകൽ ഇവിടെ ഒരു ചെറുവല്ല അനങ്ങണമെങ്കിൽ എൻ്റെ ദൈവം കൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. കൽദേര് കാളയെ പിടിക്കണമെങ്കിൽ, ശെബായർ കഴുതിയെ പിടിക്കണമെങ്കിൽ ദൈവം വേലി പൊളിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിക്കണം. അത് പറയാൻ ഒത്തിരി തെളിവ് പറയാൻ, ഉറക്കാനാണ് ഒരാപ്പൊക്കെ മതി. എന്നാലും ഒന്നിട്ട് കാര്യം പറയാം. എങ്ങനെയാണ് ഫറവോൻ്റെ ഹൃദയം കഠിനമായത്? എങ്ങനെയാണ് കൽദേരെ ഞാൻ നിങ്ങളുടെ നേരെ വരുത്തി? എന്താ വ്യാഖ്യാനം? ദൈവം അയച്ചിട്ട് ദുരാത്മാവ് ഒരു ശവൻ്റെ മേൽ വന്നെന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം ഗോഡ് പെർമിറ്റഡ്. എൻ്റെ കയ്യിരിക്കുന്ന അശൂര്യ നിനക്ക് കഷ്ടം. എന്താണ് അതിൻ്റെ അർത്ഥം? അശൂരിനെ ദൈവം ഉപയോഗിച്ചെന്നാണ്. വെട്ടുക്കിളിയും പച്ചപ്പുഴും വിട്ടിലും എൻ്റെ സൈന്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശ്രദ്ധിച്ച് വായിക്കണം. യഹോവയുടെ സൈന്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സൈന്യമാണത്. എന്നിട്ട് നമ്മൾ ശാസിക്കുന്നത്. അത്യാവശ്യം വേദപുസ്തകമെങ്കിലും വായിക്കണം സഹോദരൻ. വളരെ വ്യക്തമായി പറയേണ്ട പ്രിയമുള്ളവരെ, ദൈവം അനുവദിക്കാതെ സംഭവിക്കത്തില്ല. ആ ഒരു ധൈര്യം ഏറ്റെടുത്ത് ഇന്ന് പകരം മടങ്ങിപ്പോ. എൻ്റെ ദൈവം അനുവദിച്ചാലേ സംഭവിക്കത്തുള്ളൂ. എൻ്റെ ദൈവമാണ് സോവറിൻ ഗോഡ്. എൻ്റെ ദൈവത്തിനാണ് അധികാരം. എൻ്റെ ദൈവമാണ് ചരിത്രത്തെ കൺട്രോൾ ചെയ്യുന്നത്. ആ ദൈവത്തിൻ്റെ പവർ, ആ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് യോബിൻ്റെ പുസ്തകം. ദൈവം ആരാണ്? ദൈവമാണ് ഹിസ്റ്ററിയെ നിയന്ത്രിക്കുന്നത്. ദൈവമാണ് സകലത്തെ നിയന്ത്രിക്കുന്നത്. ഈ കർട്ടന് പുറകെ ചരട് പിടിക്കുന്ന ആൾ ആരാണെന്ന് 42 അധ്യായത്തിലേക്ക് പിടികിട്ടു. അതുവരെ വെളിപ്പെടുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇതിന് പിന്നെ ചരട് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്താ ആത്മീയത? വേലി പൊളിച്ചു. അപ്പൊ വേലിയല്ല ആത്മീയ അടിസ്ഥാനം. സ്തോത്രം. 2ാമത്തെ ടെസ്റ്റ്, വെൽത്ത്, സമ്പത്ത്. 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയും. ഇത്രയുമുള്ള വലിയൊരു സമ്പന്നൻ. സമ്പത്താണ് ആത്മീയ അടിസ്ഥാനം എന്ന് ചിന്തിച്ചു. സമ്പത്ത് പിൻവലിച്ചാൽ അവൻ്റെ ഭക്തി കുറയും. സമ്പത്ത് പിൻവലിച്ചു, ഭക്തി കുറഞ്ഞില്ല. സ്തോത്രം. സമ്പത്താണ് ഭക്തി എന്ന് പറയുന്നത് ദൈവശാസ്ത്രം അറിയുന്നുണ്ട്. മനസ്സിലായില്ലേ?
ഐശ്വര്യത്തിന് ദൈവശാസ്ത്രം ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എതിരാണിത്. സ്തോത്രം. സമ്പത്തല്ല ആത്മീയ അടിസ്ഥാനം. ടെസ്റ്റ് തീർന്നില്ല. മൂന്നാമത്തെ ടെസ്റ്റ് മക്കൾ. സ്തോത്രം. 7 ആമക്കളും 3 പെൺമക്കളും ഒരു ദിവസം വരികയാണ്. നിസ്സാരമല്ല കേട്ടോ. ആത്മീയത ആരും ലാഘവത്തോട് കൈകാര്യം ചെയ്യരുത്. ഇത് ഭക്തന്മാർ കൈകാര്യം ചെയ്തതാണ്. ജോർജ് സ്വാമിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപൂർവമായ ജനിതകരോഗം വന്ന് ജോർജ് സ്വാമിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒരു വീടിൻ്റെ മുറ്റത്ത് 10 ശവപ്പെട്ടിരിക്കുകയാണ്. 7 ആമക്കളും 3 പെൺമക്കളും ഒരു ദിവസം മരിക്കുന്നു. മനസ്സിലായോ? പ്രബന്ധം അവതരിപ്പിക്കാൻ എളുപ്പമാണ്. സ്കൂൾ ബസ് 5 മിനിറ്റ് താമസിച്ചാൽ ഈ പ്രബന്ധ അവതാരകന് വല്ലാത്ത അസ്വസ്ഥതയാണ്. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ആത്മീയത നിങ്ങൾ ആരും ലാഘവത്തോട് കാണരുത്. ക്രൈസ്തവത്തെ ആരും നിസ്സാരമായി കാണരുത്. അവൻ്റെ 10 മക്കൾ ഒരു ദിവസം മരിക്കുന്നു. മരിക്കുമ്പോൾ മക്കൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ അവൾ കവിണ് വീണ് ദൈവത്തെ നമസ്കരിച്ചതാണ് വായിക്കുന്നത്. യഹോവ തന്നു, യഹോവ എടുത്തു. ഇത് എൻ്റെ മക്കൾ ദൈവം തന്നതാണ്. ഭാര്യ, കുടുംബം എല്ലാം ദൈവം തന്നതാണ്. തന്ന കരങ്ങൾക്ക് തിരിച്ചെടുക്കാൻ അനുവാദമുള്ള തിരിച്ചറിവ്. ഞാൻ നഗ്നനായി വന്നു. ഒന്നും സ്വന്തമില്ലായിരുന്നു. ആടുമാടുകളോ ഭാര്യയോ കുടുംബമോ മക്കളോ എൻ്റേതല്ല. ഒന്നും എൻ്റെ സ്വന്തമല്ല, എൻ്റെ ഉടുപ്പ് പോലും. അതുകൊണ്ട് ഞാൻ നഗ്നനായി മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് ആ സന്ദർഭത്തിലും ദൈവത്തിൽ അടിയുറച്ചു നിന്നു. ഇങ്ങനൊരു തിയോളജി ഉണ്ടോ? എൻ്റെ വീട്ടിൽ ആഹാരം കുറയത്തിലെന്ന് കീബോർഡിൻ്റെ താളത്തിനൊപ്പിച്ച് കോട്ടയം തിരുനക്കര മൈതാനത്ത് കാണിക്കുന്നതിൻ്റെ പേരിൽ ആത്മീയത നിങ്ങൾ മനസ്സിലാക്കണം. വായ്പ വാങ്ങാൻ കീബോർഡ് വരെ പാടുക. നാട്ടിലെ കാര്യമാണ് പറയുന്നത്. എന്നിട്ടാണ് ഈ പാട്ട് പാടുന്നത്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വിമർശിക്കുന്നത്? വായ്പ വാങ്ങാൻ എനിക്ക് ഇടവരികില്ല. ആ പാട്ടൊക്കെ തിയോളജിക്കെതിരാണ്. അവിടെയാണ് 3 മക്കൾ മരിച്ച ജോറിശമ്മേൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. 10 മക്കൾ മരിച്ച ഇയ്യോബിൻ്റെ കാര്യം പറഞ്ഞത്. 2 മക്കളെ സ്വന്തമായി ശവപ്പെട്ടി ഉണ്ടാക്കി മണ്ണ് മാന്തി കുഴിയെടുത്ത് കുഴിച്ചിട്ട വില്യം കേറിയുടെ ചരിത്രം നിങ്ങൾക്കറിയാമോ? സ്തോത്രം. 2 മക്കളുടെ വിഷാദ രോഗം, 2 മക്കളുടെ മരണം ഡൊറോത്തിയെ ഭ്രാന്തിയാക്കി. നഗ്നിയായ റോഡിൽ കൂടെ ഇറങ്ങി ഓടുമായിരുന്നു. അവരെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് അദ്ദേഹം ട്രാൻസ്ലേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. നിങ്ങളെന്താ ചിന്തിക്കുന്നത്? ഇങ്ങനൊരു ആത്മീയതയുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. 10 വയസ്സും 6 വയസ്സും മാത്രമുണ്ടായിരുന്ന 2 മക്കളും തൻ്റെ ഭർത്താവും കരിക്കഷ്ണമായി പോയി ഒറീസയിലെ ഭാരിപ്പാട ജില്ലയിൽ. അവസാന ചുംബനം കൊടുക്കാൻ പോലും ശവപ്പെട്ടിയുടെ അടപ്പ് തുറന്ന് കാണിച്ചില്ല പുരോഹിതന്മാർ. കാരണം അത് കരിക്കഷ്ണമാണ്. ഗ്ലാഡിസ് മുന്നോട്ട് വെക്കുന്ന ആത്മീയത എന്താണ് നിങ്ങൾ എനിക്കൊന്ന് ഡിഫൈൻ ചെയ്ത് തരണം. വില്യം കേറി മുന്നോട്ട് വെച്ച ആത്മീയത എന്താണ് നിങ്ങൾ എനിക്കൊന്ന് ഡിഫൈൻ ചെയ്ത് തരണം. കോപ്റ്റിക് ക്രിസ്ത്യാനികളെ കഴുത്തറുത്ത് കൊല്ലുകയാണ് സിറിയയിൽ. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും IS തീവ്രവാദികൾ അവിടുത്തെ പേഴ്സിക്യൂട്ടഡ് ചർച്ച് മുന്നോട്ട് വെക്കുന്ന ആത്മീയത എന്താണ് നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം. മണിപ്പൂരിലും കന്തമാലിലും വിശ്വാസികളുണ്ട്, നിങ്ങൾ ഓർത്തോണം. അതിന് നടുവിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ന്യൂറോ തിയോളജി, മെറ്റാഫിസിക്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവതരിപ്പിക്കുന്ന. പ്രിയമുള്ളവരെ, വളരെ വ്യക്തമായി പറയട്ടെ. സ്തോത്രം. ഈർച്ചവാളാൽ അറുക്കപ്പെട്ടവരുണ്ട്, ജടയാടുകളുടെ കോലാടുകളുടെ തോൽ ധരിച്ചവരുണ്ട്, അപമാനം സഹിച്ചവരുണ്ട്, പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരുണ്ട്. അവർ മുന്നോട്ട് വെച്ചൊരു ആത്മീയതയുണ്ട്. ജീവിതത്തിന് നടുവിൽ അവർ ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ആഗോളീകരണത്തിൻ്റെ അർത്ഥശാസ്ത്രവും ഉത്തരാധുനികരുടെ ദൈവശാസ്ത്രമാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. ലൂയിസ് ഫിലിപ്പിൻ്റെയും പീറ്റർ ഇംഗ്ലണ്ടിൻ്റെയും കമ്പനി നമുക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയതാണെന്ന് പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷേ യോബിൻ്റെ പുസ്തകം പ്രസംഗിക്കാൻ അവർക്കല്പം ബുദ്ധിമുട്ടുണ്ടാവും. വളരെ വ്യക്തമായി പറയട്ടെ പ്രിയമുള്ളവരെ, ഇതൊരു ആത്മീയതയാണ്. ഒന്നാമത്തെ ടെസ്റ്റ് വേലി പൊളിച്ചു, ഭക്തി കുറഞ്ഞില്ല. സമ്പത്ത് പിൻവലിച്ചു, ഭക്തി കുറഞ്ഞില്ല. മക്കളെ തിരിച്ചെടുത്തു, ഭക്തി കുറഞ്ഞില്ല. ടെസ്റ്റ് തീർന്നില്ല കേട്ടോ. അടുത്ത ഹെൽത്ത്. സ്തോത്രം. ഇതുവരെ വന്നിട്ട് നല്ല പുഷ്ടിയുള്ളൊരു സ്തോത്രം പറയാത്തവർ കേട്ടോണം. കാലിൻ്റെ തള്ളവെള്ളം മുതൽ നെറ്റി വരെ പാണ്ഡുവസൂര് വരെ പഴുത്ത വരണം. വല്ലാത്ത നീറ്റലാണ്, ദുർഗന്ധമാണ്. ചാരം വാരിയിട്ട് ചിരണ്ടുമ്പോൾ പുഴുതെറിച്ചു പോകും. ചാക്കൊടുത്ത് ചാരത്തിലിരിക്കുകയാണ്. സ്തോത്രം. അടുത്തിരിക്കുന്നവർ കണ്ണ് തിരുമ്മി അടയ്ക്കും കേട്ടോ. കൈയും കാലും കൂട്ടിക്കെട്ടാൻ വാതിക്കലാൾ നിൽപ്പുണ്ടെന്ന് ഓർത്തോണം. ഉயிருള്ള കാലത്തോളം ഈ ദൈവത്തെ ആരാധിച്ചോണം. ആരോഗ്യമുള്ള കാലത്തോളം ഈ ദൈവത്തെ സ്തുതിച്ചോണം. ശബ്ദമുള്ള കാലത്തോളം പ്രസംഗിച്ചോണം. ശബ്ദമുള്ള കാലത്തോളം പാട്ട് പാടിക്കോണം. ഈ ജീവിതം യേശുവിന് വേണ്ടി, ഈ ആരോഗ്യം യേശുവിന് വേണ്ടി, ഈ ശബ്ദം എൻ്റെ കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേലിയല്ല, വെൽത്തല്ല, മക്കളല്ല, ഹെൽത്ത് അല്ല. കണ്ടോ, സൗകര്യങ്ങളെല്ലാം പോവുകയാണ്. വേലി പൊളിച്ചു, വീട് നഷ്ടപ്പെട്ടു, മക്കൾ മരിച്ചു. സ്തോത്രം. അസൗകര്യങ്ങളുടെ നടുവിലാണ് ഈ ആത്മീയത.
സ്തോത്രം. ആരോഗ്യവും പോയി. കൈയടിക്കാൻ മടിയാണല്ലോ, യോഗത്തിന് വരാൻ മടി. സ്തോത്രം, സ്തോത്രം. കാലാവസ്ഥ ഒന്ന് പ്രതികൂലമായി നമ്മളങ്ങ് മടിക്കും. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ദൈവത്തെ സ്തുതിക്കാൻ വരാത്തവർ കേട്ടോണ്ട് പോകണം. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും. സങ്കീർത്തനത്തിൽ വായിച്ചിട്ടുണ്ടോ? എൻ്റെ ചട്ടങ്ങൾ ആചരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് നല്ല ദേശം തന്നത്. വായിക്കുന്നോ? ലോകത്തിലെ ഏറ്റവും നല്ല ലാൻഡ് ഇസ്രായേലിൻ്റെ, ഏറ്റവും നല്ല ഓക്സിജനുള്ള സ്ഥലം. ഒരു മുന്തിരിക്കൊല രണ്ടുപേര് ചുമക്കണമെങ്കിൽ ഭാവനെ കൊണ്ടോ ആ ലാൻഡ് എന്താണെന്ന്. ഒരു മുന്തിരിക്കൊല രണ്ടുപേര് ചുമന്നുകൊണ്ട് വരണമെങ്കിൽ അത്രയ്ക്ക് ഫെർട്ടൈലാണ്, അത്രയ്ക്ക് ഫലവിഷ്ടമായ മണ്ണ്. ബുദ്ധിയുള്ളവൻ്റെ നാട്. കാർൽ മാർക്സ് യഹൂദനാണ്, ചാൾസ് ഡാർവിൻ യഹൂദനാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ യഹൂദനാണ്, സിഗ്മണ്ട് ഫ്രോയിഡ് യഹൂദനാണ്. ലോകത്തിലെ ഏറ്റവും തലച്ചോറുള്ള ബുദ്ധി കൊടുത്ത നാട്, ലാൻഡ്, പ്രവാചകന്മാർ എല്ലാം ഉള്ള നല്ല സ്ഥലം തന്ന് എന്തിനാ? എൻ്റെ ചട്ടം ആചരിക്കാൻ. UK കൊണ്ടുവന്ന് എന്തിനാണെന്ന് ഓർക്കണം. വാള് കൊണ്ടല്ല നിങ്ങൾ ഈ ദേശം നേടിയത്, നിങ്ങളുടെ കൈയുടെ അധ്വാനം കൊണ്ടല്ല ദേശം നേടിയത്. ഞാനാണ് നിങ്ങൾക്ക് ജയം നൽകിയത്. എൻ്റെ ചട്ടം ആചരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് നല്ല ദേശം തന്നത്. പക്ഷെ ചട്ടങ്ങളെ ചവിട്ടി വിധിച്ചു പോയവർക്ക് രാജാവ് നഷ്ടപ്പെട്ടു, ഉറീമും തുമ്മീമും ഏഫോദ് നഷ്ടപ്പെട്ടു, ദേവാലയം നഷ്ടപ്പെട്ടു, അവസാനം സ്വന്തം ലാൻഡ് നഷ്ടപ്പെട്ടു. ജർമ്മനി മുതൽ നമ്മുടെ നാടായ മട്ടാഞ്ചേരി വരെ അലഞ്ഞു തിരിഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ യഹൂദന്മാരെ കൊന്ന് അവൻ്റെ കൊഴുപ്പ് കൊണ്ട് ചെരുപ്പും സോപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ കാരണം? ഉദ്ദേശം തെറ്റിപ്പോയി. എന്തിനാ ദൈവം അവർക്ക് ഭൂമി കൊടുത്തത്? ദൈവത്തെ ആരാധിക്കാനാണ്. മറക്കരുത് കേട്ടോ, ദൈവത്തെ ആരാധിക്കാനാണ്, ദൈവത്തെ സ്നേഹിക്കാനാണ്. ആരോഗ്യ കർത്താവിന് വേണ്ടി. തീർന്നില്ല ഉണ്ടോ? അപ്പം ഇതൊന്നും അല്ലല്ലോ ആത്മീയത. വേലി അല്ലെങ്കിൽ വെൽത്ത്, സമ്പത്ത് അല്ലെങ്കിൽ മക്കളല്ലെങ്കിൽ ഹെൽത്ത് അല്ലെങ്കിൽ പിന്നെന്താണ്? ഭാര്യ എടുത്തില്ല ഉണ്ടോ? എല്ലാം പ്രതികൂലമാണ്. ഭാര്യ പറഞ്ഞു ഭക്തി മുറുകെ പിടിക്കാതെ പോയി. നമുക്ക് രണ്ടുപേർ കൂടെ ചാകാമെന്ന് പറഞ്ഞില്ല. സ്വന്തം ഞാൻ പോകുമായതുകൊണ്ട് നിങ്ങളെ പിണക്കുന്നില്ല. സ്വതന്ത്രം ചായ നമുക്ക് മക്കളും മരിച്ചു, എല്ലാം തകർന്ന് അരിപ്പണമായി, നമുക്ക് രണ്ടുപേർ കൂടെ സൂയിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ പോയി എനിക്കാനാണ് പറഞ്ഞത്. നിങ്ങളൊരു അസൈൻമെൻറ്റ് തരാം പോകുന്നതിന് മുമ്പ്. യോബിൻ്റെ വീട്ടിൽ കാളയ്ക്കും കഴുതയ്ക്കും വരെ ടെസ്റ്റ് ഉണ്ടായി. ആ വീട്ടിൽ ടെസ്റ്റ് ഉണ്ടാകുന്ന ഒരാൾ യോബിൻ്റെ ഭാര്യയാണ്. എന്തുകൊണ്ടാണെന്ന് പറയണം കേട്ടോ. സഹോദരം പറഞ്ഞത്, പ്രിയമുള്ളവരെ സഹോദരൻ, എല്ലാം നഷ്ടമായി. ഭാര്യ അടുത്തില്ല, മക്കളില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരോഗ്യമില്ല. സ്തോത്രം. എല്ലാം പ്രതികൂലമായി. കൂട്ടുകാരില്ല. നമ്മളെവിടെ ചെന്നാലും എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ ബ്രിസ്റ്റോളുണ്ട്. എന്നെ കാണാൻ ഭയങ്കര 2 പ്രാവശ്യം വിടുന്ന് എന്നെ നിർബന്ധിച്ച് വിളിച്ച് ബ്രിസ്റ്റോളിലോട്ട്. സഹോദരൻ, കൂട്ടുകാർ എവിടെ ചെന്നാലും നമ്മൾ കൂട്ടുകാർ, ഞാൻ പഠിപ്പിച്ച ഒത്തിരി സ്റ്റുഡൻസ്, പ്രൈസലോ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ നാട്ടുകാർ ഒക്കെ. പക്ഷെ ഇവിടെ കൂട്ടുകാരെ കുറിച്ച് അറിയാമല്ലോ. ബിൽദാദും എലുഹും സോഫറും ഒക്കെയുണ്ട്. വെയിൽസിലുണ്ടോയെന്ന് അറിയത്തില്ല, പാണ്ടനാട്ടിലുണ്ട്. സ്തോത്രം. ഇവരെ ആശ്വസിപ്പിക്കാൻ വന്നതല്ല. യോബ് പറയുന്നു, കൂട്ടുകാരെ ഞാൻ വെറുക്കുന്നു, സ്നേഹിതരെ എനിക്ക് അറപ്പാണ്. വ്യസനിപ്പിക്കുന്ന ആശ്വാസപ്രദന്മാർ. അവർ പോസ്റ്റ് ഒട്ടിച്ചേണ്ട വരുന്നത്. നല്ലവൻ്റെ വീട്ടിലൊന്നും ഈ ട്രാജഡി ഉണ്ടാകത്തില്ല, എന്തോ കൈരിപ്പ് കൊണ്ടാണ്. നിഷ്കളങ്കൻ്റെ വീട്ടിലൊന്നും ഈ ദുരന്തം ഉണ്ടാകത്തില്ല, എന്തോ കൈരിപ്പ് മോശമാണ്. കൂട്ടുകാരും എന്തിനാണ്? ഇത് പഠിച്ചപ്പോൾ എന്നെ അമ്പരപ്പിച്ച സംഭവം ഇതൊന്നുമല്ല. 38ാം അധ്യായം വരെ ദൈവവും ഇടപെടുന്നില്ല. നിങ്ങൾ ചിന്തിച്ച്, ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു മനുഷ്യനോട് ദൈവം ഇടപെടുന്നില്ല. 38ാം അധ്യായം വരെ ദൈവം സൈലൻ്റ് ആണ്. എങ്ങനെ ഒരാൾ ഭക്തനാകും നിങ്ങൾ പറയൂ? 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും. അതിനെനിക്ക് നമ്മൾ 38 ചാടി വന്നു, ഇനി 42 എത്തിയാൽ മതിയല്ലോ. പ്രൈസ് ദി ലോർഡ്. 38ാം അധ്യായം വരെ ദൈവം ഇടപെടുന്നില്ല. മക്കൾ മരിച്ച രാത്രിയിൽ ദൈവനോട് സംസാരിച്ചില്ല. ആകാശം തീ വീണ് വീട് കത്തിപ്പോയ ദിവസം ദൈവം അവനെ ആശ്വസിപ്പിച്ചില്ല. തകർന്ന് തരിപ്പണമായി പാറപ്പുറത്ത് വീണ പളുങ്ക് പാത്രം പോലെ ഉടഞ്ഞവനായി. ഒരു യുദ്ധത്തിൽ തോറ്റവനെ പോലിരിക്കുന്ന അവനോട് ആശ്വസിപ്പിക്കാൻ രാത്രി ദൈവം ഇറങ്ങി വന്നില്ല. നിങ്ങൾ നോക്കൂ, ഇത്രയും കഷ്ടതയുടെ കടന്നു പോയിട്ടും ദൈവം പോലും മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഒരാൾ ഭക്തനാകുക? ദൈവം മൗനം, ദൈവം മിണ്ടുന്നില്ല. ഇതാണ് യഥാർത്ഥ ആത്മീയത. സ്തോത്രം. മക്കൾ, ആരോഗ്യം,
സമ്പത്ത്, വേലി, ഭാര്യ, കൂട്ടുകാർ ഒന്നുമില്ലാതെ ദൈവം പോലും അകന്നു നിന്ന രാത്രികളിൽ ഒരു ദിവസം പോലും ദൈവത്തെ സംശയിച്ചില്ല. സ്വയം ശപിച്ചിട്ടുണ്ട്. ഒരാൺകുഞ്ഞ് ജനിച്ചു എന്ന് എൻ്റെ അപ്പൻ പറഞ്ഞ ദിവസം നക്ഷത്രങ്ങൾ ഇരുട്ടായി പോകട്ടെ, എൻ്റെ അമ്മയുടെ വയറ്റ് വെച്ച് ഞാൻ ചാവളിയായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ലതായിരുന്നു, ഇതെന്തൊരു ജന്മമാണ്. പക്ഷേ മക്കൾ മരിച്ചൊരു ദിവസം പോലും യഹോവയെ ആക്ഷേപിച്ചില്ല, ദൈവത്തിന് വിരോധമായി പാപം ചെയ്തില്ല, ദൈവത്തിന് വിരോധമായി അവൻ പ്രവർത്തിച്ചില്ല കേട്ടോ. ഇതാണ് ഭക്തി. ഈ ഭക്തിയുടെ അടിസ്ഥാനം പിന്നെ എന്താണ്? വേലി അല്ലെങ്കിൽ മക്കളല്ലെങ്കിൽ അതാ 19-25. അതാണ് ഭക്തിയുടെ അടിസ്ഥാനം. ഐ നോ മൈ റെഡീമർ. ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ അറിയുന്നു, ഒടുവിൽ അവൻ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അന്യനല്ല, സ്വന്തം കണ്ണാ ഞാൻ അവനെ കാണും. വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള സംശയകരമായ പരിജ്ഞാനം, അതാണ് ഈ ആജ്ഞയുടെ അടിസ്ഥാനം. ഈ തിയോളജിക്കൽ കൺവിക്ഷൻ, ഈ നോളജ് ഓഫ് ക്രൈസ്റ്റ്, അതാണ് സ്പിരിച്വാലിറ്റിയുടെ ബേസ്. ഈ പ്രതിസന്ധിയുടെ നടുവിലൊക്കെ വൃക്ഷമായ ഒരു പ്രത്യാശയോട് വെള്ളത്തിന് ഗന്ധമടിക്കുമ്പോഴും പൊട്ടിക്കിളർക്കുന്ന ഒരു ഫെയ്ത്ത് ഉണ്ടല്ലോ, ഒരു പ്രത്യാശയുണ്ടല്ലോ. അത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു, അവൻ്റെ ഉപനിധി. അതാ എൻ്റെ നല്ല പറ്റിയ വാക്യം. ഐ നോ മൈ റെഡീമർ. അവൻ എൻ്റെ ഉപനിധിയാണ് കേട്ടോ. ആ ഒരു തിയോളജിക്കൽ കൺവിക്ഷൻ, ഡോക്ട്രിൻ, സ്റ്റെബിലിറ്റി നമുക്കുണ്ടാകണം. യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കണം കേട്ടോ. യേശു ക്രിസ്തുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം. അപ്പോളജറ്റിക്സ് മിനിസ്ട്രിയിൽ ബന്ധപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ നിരന്തരമായിട്ട് കുട്ടികളുടെ വിഷയങ്ങൾ ഇടപെടുന്നവരാണ്. കഴിഞ്ഞ വർഷം തന്നെ ചെങ്ങന്നൂർ സംഭവം ഉണ്ടായി. ഞാനോട് ഇടപെട്ടാണ് ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നത്. 2 ദിവസമായി നാട്ടിൽ കാണാനില്ല. വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആളാണ്, BBSൻ്റെ അധ്യാപികയാണ്. പക്ഷേ 2 ദിവസം മിസ്സായിപ്പോയി. ചെങ്ങന്നൂർ സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ ഞാനവിടെ ഉണ്ട്. വെള്ളച്ചുരിദാറിട്ടതുകൊണ്ടായില്ല, വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടായില്ല. യേശുവുമായി നിനക്ക് ബന്ധം വേണം, യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായി ബന്ധം വേണം. അങ്ങ് പൊള്ളാച്ചിയിലൊരു വീട്ടിൽ താമസിക്കുക 35 വയസ്സുകാരൻ്റെ കൂടെ. അവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ചെങ്ങുന്ന് കൊണ്ടുവന്ന സഹോദരൻ. അങ്ങനെ പ്രണയമതമാറ്റത്തിൻ്റെയും ഒളിച്ചോട്ടത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു നിനക്ക് ആരാണ്? യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം ഡെയിലി ഞങ്ങൾ ഇടപെടുന്ന കേസാണ്, നിരവധി കേസാണ്. ചിലതൊക്കെ രക്ഷപ്പെടുത്തും, ചിലതൊക്കെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതതിൻ്റെ ഓരോ സ്റ്റേജ് അനുസരിച്ചിരിക്കും. പ്രിയമുള്ളവരെ പറയട്ടെ, യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം, യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം. ആ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. സ്തോത്രം. 38-ാം അധ്യായം ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ട്. 38-ാം അധ്യായത്തിൽ ദൈവം ഇറങ്ങി വന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഓ, സ്തോത്രം പോരല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 38-ാം അധ്യായത്തിൽ ദൈവം ഇറങ്ങി വന്നെന്ന്. എത്ര മൗനമാണെങ്കിലും മൗനം വെടിഞ്ഞ് ദൈവം ഇറങ്ങി വരും കേട്ടോ. ദൈവം മൗനം വെടിഞ്ഞ് ഇറങ്ങി വരും. 2024 തീരാൻ പോകുകയാണ്. നാളെ വരെ നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം മറുപടി തരാതെ മൗനമാണെങ്കിൽ ദൈവം നിശബ്ദതകളെ ഭേദിക്കും കേട്ടോ. ദൈവം ഇറങ്ങി വന്നു. ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് പ്രകമ്പനം കൊടുക്കുന്ന ചോദ്യങ്ങളുമായി ഒരു ചുഴലിക്കാറ്റിൽ ദൈവം ഇറങ്ങി വന്നു. അതുവരെ ദൈവം മിണ്ടാതിരുന്നു. പക്ഷേ ചുഴലിക്കാറ്റ് ദൈവം ഇറങ്ങുന്നു. ഒരു ദൂതുണ്ട് 1-ാം അധ്യായത്തിൽ. 1-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ ഒരു കൊടുങ്കാറ്റാണ് ഇവരുടെ നന്മകളെല്ലാം കൊണ്ടുപോയത്. എന്നാൽ നിങ്ങൾ ആ ദൂത് കേട്ടോ. 1-ാം അധ്യായത്തിൽ കൊടുങ്കാറ്റ് കൊണ്ടുപോയ സകല നന്മകളും 38-ാം അധ്യായത്തിൽ ചുഴലിക്കാറ്റ് ദൈവം മടക്കി കൊടുക്കുകയാണ്. ഇന്ന് പകരത്ര പേര് വിശ്വസിക്കുന്നുണ്ട്. കൊടുങ്കാറ്റ് കൊണ്ടുപോയ സകല സൗഭാഗ്യങ്ങളും, കൊടുങ്കാറ്റ് കൊണ്ടുപോയ സകല അനുഗ്രഹങ്ങളും, കൊടുങ്കാറ്റ് കൊണ്ടുപോയ തലമുറയുടെ സകല സന്തോഷവും, സകല അവൻ്റെ ഉല്ലാസവും അടുത്ത ചുഴലിക്കാറ്റ് ദൈവം മടക്കി തരുമെന്ന്, അടുത്ത ചുഴലിക്കാറ്റ് ദൈവം മടക്കി തരുമെന്ന് ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കൊടുങ്കാറ്റ് കൊണ്ടുപോയതെല്ലാം ചുഴലിക്കാറ്റ് ദൈവം തിരിച്ചു കൊടുത്തു. അന്നതൊരു ട്വിസ്റ്റ്. ആ ചുഴലിക്കാറ്റിൽ യഹോവ ഉണ്ടായിരുന്നു. അതുവരെ ദൈവം സൈലൻ്റ് ആയിരുന്നു. കണ്ടോ, ദൈവം നിശബ്ദതകളെ ഭേദിച്ച് നിങ്ങളുടെ വിഷയത്തിന് ദൈവം ഇറങ്ങി വരും. സ്തോത്രം. യഹോവ ഉണ്ടായിരുന്നു. പക്ഷേ യഹോവ വന്ന് ഉടനെ അനുഗ്രഹിക്കുകയല്ല ചെയ്തത്, അവനോട് ചോദ്യം ചോദിക്കുക. ഇത് വളരെ അക്കാഡമിക്കായിട്ട് പഠിക്കുന്നവരൊക്കെ എവിടെ അസ്വസ്ഥപ്പെടുന്നത്. ആരെങ്കിലും ആ വീട്ടിൽ ചെന്ന് ചോദ്യം ചോദിക്കുക. പറ, നിങ്ങളൊരു ആ വീട്ടിൽ പോയി ചോദ്യം ചോദിക്കുമോ? എല്ലാം തരിപ്പണമായ വീടെല്ലാം നഷ്ടപ്പെട്ട് മക്കളും മരിച്ച് ഒരുത്തൻ ചാക്കൊടുത്ത് ചാരത്തിലിരിക്കുക. നിങ്ങളുടെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു, വാർത്തയൊക്കെ വായിച്ചിട്ട് വരിക. നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പോകാൻ ഉത്തരം പറയണം. മുട്ടയുടെ വെള്ളക്കരുവിന് രുചിയുണ്ടോ? ചോദ്യമാ.
എന്ത് ലോജിക്കാണ് അതുള്ളത്? സാധാരണ മരണ വീട്ടിൽ പോലും നമ്മൾ വീട്ടുകാരുടെ ചോദ്യം ചോദിക്കത്തില്ല. മരണ വീട് അങ്ങനെയാണ്. മരണ വീട്ടിൽ അലമ്പുന്നവരുണ്ട്, എന്നാലും സ്തോത്രം, മരണം വീട് അങ്ങനെയാണ്. കാരണം എല്ലാവരും നിശബ്ദരാണ്. പക്ഷേ ആരെങ്കിലും ഈ വീട്ടിൽ ചോദ്യം ചോദിക്കുമോ? പാണ്ടനാട്ടിലൊരു വീട്ടിൽ എല്ലാവരും മരിച്ചു. എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായി, മുഴുവൻ പേര് മരിച്ചു. വീട് ചവിട്ടി തുറന്നാണ് കയറിയത്. നമ്മൾ ആ വീട്ടിൽ പോയി ചോദ്യം ചോദിക്കുമോ? ഒറ്റ മകനും ഉണ്ടായിരുന്നു, മകനും മരുമോളും അപ്പനും അമ്മയും ആ ഡ്രൈവറും ഉൾപ്പെടെ എല്ലാവരും മരിച്ചു. ട്രാൻസ്പോർട്ട് ബസ്, ഒരു ബൈക്കുകാരനെ വിട്ടിച്ച് ട്രാൻസ്പോർട്ട് ബസ് ഈ കാറിന് മണ്ടപടി വീണ്. വലിയ ദുരന്തം പാണ്ടാട്ട് കടന്ന. നമ്മൾ ആ വീട്ടിൽ പോയി ചോദ്യം ചോദിക്കുമോ? ചോദ്യം ചോദിക്കാൻ അവിടെ ആൾ പോലും ഇല്ല. കഷ്ടം. ആണത്തമുള്ളവനെ പോലെ അരമുറുക്ക് ഞാൻ കൊണ്ട് ചോദ്യം ചോദിക്കാൻ പോകുകയാണ്. അറിവ് കൂടാതെ ആലോചനകളെ ഇരുളതാക്കുന്ന ഒരുവനാർ. മഹാനക്രത്തെ ചൂണ്ടിട്ട് നിനക്ക് പിടിക്കാമോ? ഇതിനാളെ നിനക്ക് കൊളുത്ത് കടത്താമോ? കാട്ടുപോത്തിനെ കയറുകൊണ്ട് നിനക്ക് ഒഴിവിക്കാമോ? അന്തരംഗത്തിൽ വിവേകം വെച്ചതാര്? മനസ്സിന് ജ്ഞാനം കൊടുത്തതാര്? ഹിമത്തേതിന് ഭണ്ണാരത്തോളം പോയി നീ കണ്ടിട്ടുണ്ടോ? കുതിരയുടെ കഴുത്തിൽ കുഞ്ചിരമ വെച്ചതാര്? കഴുതയെ കെട്ടഴിച്ചു വിട്ടത് ആര്? സിംഹം മലറുമ്പോൾ അതിനെ തീനെത്തിച്ച് കൊടുക്കുന്ന ആര്? കാക്ക കുഞ്ഞ് കരയുമ്പോൾ അതിന് ആഹാരം എത്തിച്ച് കൊടുക്കുന്ന ആര്? മഴയ്ക്ക് അപ്പനുണ്ടോ? മഞ്ഞുതുള്ളിയെ ജലിപ്പിച്ചതാര്? മിന്നലിന് പാത വെട്ടിയതാര്? കാർത്തിയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകരത്തിലെ ബന്ധനങ്ങൾ നിനക്ക് കഴിക്കാമോ? രാശിക ചക്രത്തെ കാലത്ത് നിനക്ക് പ്രവർത്തിക്കാമോ? സപ്തർഷികളെയും മക്കളെയും കാലത്ത് നിനക്ക് നടത്താമോ? ദിഗന്ധങ്ങൾ ഭേദിക്കപ്പെട്ടുള്ള ചോദ്യം. ഭയപ്പെട്ടു പോയി. എന്തൊരു ചോദ്യമാണ്! പാറയിലെ കാട്ടാടിൻ്റെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപടിയിട്ടുന്നോ നീ കണ്ടിട്ടുണ്ടോ? നക്ഷത്രങ്ങൾക്ക് പേരിട്ടത് ആരാണ്? ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് ആരാണ്? അവൻ വരണ്ടുപോയി. അവൻ പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ഉത്തരം എനിക്കറിയില്ല. ഇതെന്തൊരു ചോദ്യം! ഇതിൻ്റെ ഒന്നും ഉത്തരം എനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ 10 മക്കളുമായി എൻ്റെ സമ്പത്തുമായി ഞാൻ താമസിച്ചപ്പോൾ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ കഷ്ടതയുടെ ലോകത്ത്, ഈ ദുരന്തത്തിന്റെ ലോകത്ത്, ഈ ദുരിതത്തിന്റെ ലോകത്ത് ഞാൻ നിന്നെ കണ്ണുകൊണ്ട് കാണുകയാണ്. നീ ഭയങ്കരനല്ലോ, ഞാൻ നിസ്സാരനല്ലോ. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് ചോദ്യത്തിന് ഉത്തരവൊന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു കാര്യം മാത്രം അറിയാം, എൻ്റെ സമൃദ്ധിയുടെ നാളുകളിൽ ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് റെവലേഷൻ ഉണ്ടായത് ഈ ദുരിതത്തിൻ്റെ ലോകത്താണ്. എല്ലാം നഷ്ടപ്പെട്ടവനായി, ഒന്നുമില്ലാത്തവനായി, തകർക്കപ്പെട്ടവനായി ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ നിസ്സാരനാണ്, നീ ഭയങ്കരനാണ്. നിനക്ക് സകലവും കഴിയും, നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. നീ അതിൻ്റെ ഉത്തരം പറ. എനിക്കറിയത്തില്ല എൻ്റെ ഉത്തരം. പക്ഷേ അങ്ങയെ കാണാൻ എൻ്റെ കണ്ണ് തുറന്നത് ഈ ദുരിതമാണ്, ഈ കഷ്ടതയാണ്. പ്രതിസന്ധിയുടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് പകരം ഇവിടെ ഉണ്ടെങ്കിൽ, ദൈവത്തെ കാണാൻ കണ്ണ് തുറക്കുന്ന കഷ്ടകാലത്താണ്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ദുരിതത്തിന്റെ ലോകത്താണ്. നീ ഭയങ്കരനാണ്. ഹല്ലേലൂയ. എന്തിനാ സഹൃദരെ ആ ചോദ്യം ചോദിച്ചത്? ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് പഠിച്ചപ്പോൾ. എല്ലാം നഷ്ടപ്പെട്ടവനോട് എന്തിനാണ് ഉത്തരം കിട്ടാത്ത ഈ ചോദ്യം? ഒത്തിരി ചോദ്യങ്ങളുടെ മാലപ്പടക്കം പോലെയാണ് അവൻ അടുക്കിലേക്ക് ചെല്ലുന്നത്. ഇതിനൊന്നും, ഇത് ചോദിച്ചത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല കേട്ടോ. എല്ലാം തകർന്ന് തരിപ്പണമായവനെ വേദനിപ്പിക്കാനല്ല ഈ ചോദ്യം. മക്കൾ നഷ്ടപ്പെട്ടവനെ വേദന കൂട്ടാനല്ല ഈ ചോദ്യം. എല്ലാം നഷ്ടപ്പെട്ടവനെ കഷ്ടപ്പെടുത്താനല്ല ഈ ചോദ്യം. ഈ ചോദ്യം നിന്നെ ബോധവൽക്കരിക്കാനാണ്. കാരണം ഞാൻ ആരാണെന്ന് നീ അറിയണം. മഹാനക്കരത്തെ ചൂണ്ടിട്ട് പിടിക്കുന്നവൻ ഞാനാണ്. കാട്ടുപോത്തിനെ കയറുകൊണ്ട് ഒഴിവിക്കുന്നവൻ ഞാനാണ്. മഴയുടെ അപ്പം ഞാനാണ്. മിന്നലിനെ പാത വെട്ടിയവൻ ഞാനാണ്. മഞ്ഞുതുള്ളിയെ ജലിപ്പിച്ചത് ഞാനാണ്. കുതിരയ്ക്ക് കുഞ്ചിരാമം വെച്ചത് ഞാനാണ്. കാട്ടുകടിയെ കട്ടഴിച്ചു വിട്ടത് ഞാനാണ്. പാറയിലെ കാട്ടാടിന്റെ പ്രസവകാലം എനിക്കറിയാം. ഓ, മാൻപേട ഈറ്റുനോവ് എനിക്കറിയാം. ഞാനാണ് മഴയുടെ അപ്പൻ. ഹിമത്തെ ഭണ്ണാരത്തോളം പോയി ഞാൻ കണ്ടിട്ടുണ്ട്. പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ ഞാനാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. മനുഷ്യൻ്റെ അന്തരംഗത്തിൽ വിവേകം കൊടുത്തത് ഞാനാണ് അവന് ജ്ഞാനം കൊടുത്തത്. ഞാൻ സർവശക്തനാണ്, ഞാൻ സർവജ്ഞാനിയ. മഞ്ഞുതുള്ളിയെ ജലിപ്പിച്ചവൻ ഞാനാണെങ്കിൽ നിന്റെ മക്കളെ ഞാൻ മടക്കി തരും. മഹാമക്കളെ ചൂണ്ടിട്ട് പിടിച്ചവൻ ഞാനാണെങ്കിൽ നിന്റെ വീട് ഞാൻ തിരിച്ചു തരും. ഓ ഹല്ലേലൂയ. ഓ, മിന്നലിന് പാത വെട്ടിയവൻ ഞാനാണെങ്കിൽ നിന്റെ ആരോഗ്യം ഞാൻ മടക്കി തരും. സിംഹത്തിന് തീരെത്തിച്ചു കൊടുക്കുന്നവൻ ഞാൻ
ഞാൻ നിന്റെ സൗന്ദര്യം മടക്കി തരും. ഞാൻ സർവശക്തനാണ്. ഞാനാണ് കുതിരയ്ക്ക് കുതിരാമം വെച്ചത്. ഞാനാണ് കാട്ടുകഴുതിയെ കെട്ടഴിച്ചു വിട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സർവശക്തനായ ദൈവമാണ്. ഞാൻ സർവജ്ഞാനിയായ ദൈവമാണ്. സർവശക്തനായ ഞാൻ എനിക്ക് നിന്റെ എല്ലാ നട്ടം മടക്കി തരും. ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ നീ കഷ്ടതയെ മറക്കും. ഞാൻ നിന്റെ വായിൽ ചിരിയും നിന്റെ ഹൃദയത്തിൽ സന്തോഷവും തരും. ഹല്ലേലൂയ. ഇന്ന് പകൽ സഭയോട് വളരെ വ്യക്തമായി പറയുന്നു, ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. ഈ പുസ്തകം ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. ഞാൻ സർവശക്തനാണ്. ഞാൻ നിനക്ക് മടക്കി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിനക്ക് മടക്കി തരും. സ്തോത്രം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഹല്ലേലൂയ. 42-ാം അധ്യായത്തിലേക്ക് ഞാൻ വേഗം വരിക. എല്ലാം തിരിച്ചു കിട്ടി കേട്ടോ. ദൈവം ആരാണെന്ന് മനസ്സിലായി. ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിയ ദൈവം യോബിൻ്റെ സ്വഭാവവും വെളിപ്പെടുത്തി. നിങ്ങളുടെ ഫെയ്ത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഹല്ലേലൂയ. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ സഭയോട് പറയുന്നു, ആരും പിന്മാറരുത്. സ്നാനപ്പെടുന്ന കുടുംബത്തോട് ഞാൻ പറയുന്നു, അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടാകും. ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് പേരിൽ അപമാനങ്ങൾ ഉണ്ടാകും. ഒരു ഇഞ്ച് പോലും നിങ്ങൾ പുറകോട്ട് മാറരുത്. യോബിൻ്റെ ദൈവം നിങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. പിതാക്കന്മാരുടെ ദൈവം നിങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. യാക്കോബ് പറയുന്നു, യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾക്ക് വേണം. നമുക്ക് നിർത്താം. 42-ാം അധ്യായം എല്ലാം തിരിച്ചു കിട്ടി കേട്ടോ. ഈ പുസ്തകം വായിക്കുന്നവർക്കറിയാം, ഒരു ഘട്ടത്തിലും തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്നില്ല. തിരിച്ചു കിട്ടുന്നൊന്നും വിളിക്കറിയത്തില്ല. കാരണം ഞാൻ ദേഹസദനെ കാണുമെന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കുന്നതും തിരിച്ചു കിട്ടാനല്ല, പ്രാർത്ഥിക്കുന്നതും സ്നേഹിതന്മാർക്ക് വേണ്ടിയാ. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണോ, നിങ്ങൾ വേറെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ സഭ വളരണോ, നിങ്ങൾ 1040 വിൻഡോസിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ, നിങ്ങൾ രക്തസാക്ഷിയുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ സ്തോത്രം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ, നിങ്ങൾ രക്തസാക്ഷിയുടെ വിധവമാരെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ദി സ്തോത്രം. നിങ്ങളുടെ സഭയിലെ ആത്മാക്കൾ വരണോ, നിങ്ങൾ ആഫ്രിക്കയെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വന്നു. ഹല്ലേലൂയ. പറഞ്ഞു പോയാൽ അങ്ങ് സമയം പോകും. നമുക്ക് നിർത്താം. സ്തോത്രം. എല്ലാം തിരിച്ചു കിട്ടി. 10 മക്കൾ, 7 ആൺമക്കളും 3 പെൺമക്കളും തിരിച്ചു കിട്ടി. 3 പെൺമക്കൾ അതുപോലെ സുന്ദരിമാരായ പെൺകുഞ്ഞുങ്ങൾ ആ സിറ്റിയിൽ വേറെ ഇല്ലായിരുന്നു. സമ്പത്തുകളെല്ലാം ഇരട്ടി കിട്ടി. ആയുസ് 140 കൂടെ കൂട്ടി. സാത്താൻ എഴുതിയ ചീട്ട് വലിച്ചു കീറിയിട്ട് ദൈവം പുതിയ ചീട്ട് എഴുതി 140 വർഷം കൂടി. ഇന്ന് പകൽ സാത്താൻ്റെ ചീട്ട് കീറും. സാത്താൻ്റെ ചീട്ട് കീറി ദൈവം പുതിയ ചീട്ട് നിങ്ങൾക്ക് വേണ്ടി എഴുതും. അസ്ട്രോളജിസ്റ്റ് അല്ല തീരുമാനിക്കുന്നത്, മന്ത്രവാദിയല്ല തീരുമാനിക്കുന്നത്, ഡോക്ടറല്ല തീരുമാനിക്കുന്നത്. ഇന്ന് പകൽ ദൈവം തീരുമാനിക്കും. ഹല്ലേലൂയ. 140 കൊല്ലം കൂടി. ഒരു സ്കോളർ പറയുന്നത് അടുത്ത 140 കൊല്ലം പുള്ളി ഇതുവഴി വരത്തില്ലെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? സ്വതന്ത്രം ചെയ്താട്ട് അടുത്ത 140 കൊല്ലം ഈ ഏറിയ കൂടി പുള്ളി വരത്തില്ല. മനസ്സിലായോ? അത്രയ്ക്ക് ഹെവി ഡാമേജാണ്. ഐസിയുലായിരിക്കും മിക്കാറും. കാരണം 1-ാം അധ്യായത്തിലെ ആ വീരശൂര പരാക്രമത്തൊന്നും 42-ാം അധ്യായത്തിലില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചീട്ട് കീറി ദൈവം. എന്നിട്ട് ദൈവം പുതിയ ചീട്ടെഴുതി 140 കൊല്ലം കൂടി ഈ പുള്ളിക്ക് ആയുസ്. നിന്നെ ഇല്ലാതാക്കാനാണ് പദ്ധതിയെങ്കിൽ ദൈവം നിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എത്ര പേര് ഏറ്റെടുക്കുക സന്ദേശം? ദൈവം എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. മന്ത്രവാദം ഭരിക്കത്തില്ല കേട്ടോ. ആ വിചാരം ഭരിക്കത്തില്ല. മന്ത്രവാദി അല്ല തീരുമാനിക്കുന്നത്. സ്തോത്രം. അവൻ മക്കളെയും അവരുടെ മക്കളെയും കണ്ടു. 7 ആൺമക്കൾ 3 പെൺമക്കൾ. യമീമ, ഖസിയ, കേരൻ, ഹബൂക്ക്. യമീമ എന്ന വാക്കിൻ്റെ അർത്ഥം പകൽ പോലെ പ്രകാശം. ഈ വീട്ടിൽ പണ്ട് പ്രകാശമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇരുട്ടാ. റോഡിൽ കൂടെ പോയവരെല്ലാം പറയും ഇതുപോലൊരു ഗതി ഒരു വീടിന് വരരുത്. സ്തോത്രം. പക്ഷേ ഇപ്പം പകൽ പോലെ പ്രകാശമാണ്. എന്തിനാ ഇരുട്ട് മൂടിയത് മനസ്സിലായോ? 2-ാമത്തെ മകൾ ഖസിയ, സുഗന്ധദ്രവ്യം. സ്കോളേഴ്സ് പറയുന്നത് പുരാതന കാലത്തെ കറുവപ്പട്ടയുടെ ഗന്ധമാണ്. റോഡിൽ കൂടെ പോയവരൊക്കെ മൂക്കുത്തിയാണ് പോയത്. മരണത്തിന് അത്രയ്ക്ക് രൂക്ഷമായ ഗന്ധമാണ്. വ്രണത്തിന് അത്രയ്ക്ക് ദുർഗന്ധമാണ്. ആ വീട്ടിലോട്ട് ആരും വരത്തില്ല. പക്ഷെ പുരാതന കാലത്തെ കറുവപ്പട്ട പോലെ ഇപ്പോൾ സുഗന്ധദ്രവ്യമാണ്. തകർന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? അപമാനിക്കപ്പെട്ടത് എന്തിനാണ് മനസ്സിലായോ? കേരൻ, ഹപ്പൂക്ക്. മധ്യപൗരസ്ത്യ നാടുകളിൽ പെൺകുട്ടികൾ കൺമിഷിട്ട് വെക്കുന്ന കൊമ്പുകൊണ്ടുള്ള ചെല്ലപ്പാത്രം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഉടഞ്ഞതും തകർന്നതും എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം. എന്തിനാണ് നിങ്ങൾ അപമാനിക്കപ്പെട്ടത് മനസ്സിലായോ? കൊമ്പുകൊണ്ടുള്ള ചെല്ലപ്പാത്രം പോലെ
എൻ്റെ ഭവനത്തെ ദൈവം മാറ്റും. എല്ലാ കണ്ണും ദിവസം അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, നിനക്ക് നന്ദി. ഹല്ലേലൂയ. അവനെ തകർത്ത് കളയുവാൻ അവന് പ്രസാദം തോന്നി. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് പ്രസാദം തോന്നി. ദൈവം ചെയ്യുന്നതിന് പിന്നിൽ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. ഒന്നും ഞാൻ റിവൈൻഡ് ചെയ്യുന്നില്ല, ഒന്നും ഞാൻ റിമൈൻഡ് ചെയ്യുന്നില്ല. സ്തോത്രം. ദൂത് അപ്പാടെ മനസ്സിൽ സംഗ്രഹിക്കുക. യോബിൻ്റെ പുസ്തകം ഒരു ദുരന്ത നാടകമല്ല കേട്ടോ, ഒരു ശുഭകരമായ പര്യവസാനം. സഭയോട് പറയുന്നു, എല്ലാ വളഞ്ഞ വഴി നേരെയാകും, എല്ലാ കുന്നുകളും താഴ്വരയാകും. നിങ്ങൾക്ക് ശുഭഭാവിയുണ്ട്, ഒരു ശുഭദിനമുണ്ട്. 42-ാം അധ്യായം ആരും പ്രതീക്ഷിച്ചതല്ല. ചരിത്രത്തെ നിയന്ത്രിക്കുന്നൊരു ദൈവമുണ്ട്. കർട്ടന് പുറകിൽ ചരട് വരിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഒരു കരിയിലൂടെ അനങ്ങണമെങ്കിൽ, ഒരു ചെറുവരിലൂടെ അനങ്ങണമെങ്കിൽ എൻ്റെ ദൈവം പെർമിഷൻ കൊടുക്കണം. സ്തോത്രം. ചതഞ്ഞോടെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരികെടുത്തി കളയാത്തവൻ. യെരമ്യാ വിളിച്ചു പറയുന്നു, കരിഞ്ചീരകത്തിന്മേൽ അവൻ മിതിവണ്ടി കയറ്റുമോ? ഒരിക്കലുമില്ല. വിശ്വാസത്തിൽ ധൈര്യത്തോടെ നിൽക്കാം. സമ്പത്ത് മോഷ്ടിക്കും, എന്ത് വേണമെങ്കിലും പിശാചിന് മോഷ്ടിക്കാം. പക്ഷെ അവൻ്റെ ഭക്തി മോഷ്ടിക്കാൻ, അവൻ്റെ ഫെയ്ത്ത് മോഷ്ടിക്കാൻ പിശാചിന് കഴിഞ്ഞില്ല. അടിയുറച്ച് നിൽക്കണം കേട്ടോ. ആരും പിന്മാറി പോകരുത്. ധൈര്യത്തോടെ നിൽക്ക്. ഒരിഞ്ച് പോലും ആരും പിന്നോട്ട് മാറരുത്. അനവധി വീണവർ ചുറ്റുമുണ്ടാകും, അപമാനങ്ങളുണ്ടാകും. പക്ഷേ മഴക്കുഴിച്ച് പാറമേൽ വീട് പണിത ഒരു മനുഷ്യനെ പോലെ, വൺ ഹു ബിൽഡ് ഹിസ് ഹൗസ് ഓൺ ദ റോക്ക്. ആരാണ് പാറമേൽ വീട് പണിത മനുഷ്യനെ പോലെ അടിയുറച്ച് നിൽക്ക്. യോബ് നമുക്ക് ഉദാത്തമായ മാതൃകയാണ്. അനാഥിനാഥനേശു എൻ ധനം, ധന്യനായി ഭൂവിലൻ, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. അനാഥിനാഥനേശു എൻ ധനം, അന്യനാം ഭൂവിലെന്നാൽ, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു. വിഷമമുള്ള വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. അനാഥിനാഥനേശു എൻ ധനം, അന്യനായി ഭൂവിലെന്നാൽ, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. ഓ അന്യനായി ഭൂവിലെന്നാൽ, ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, യുക്തമായി വ്യക്തമായി കൃപയിൽ കരുതലറിയുന്ന, യുക്തമായി വ്യക്തമായി കൃപയിൽ കരുതലറിയുന്ന. കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ, അവസാനങ്ങൾ ദയവായി എഴുന്നേറ്റ് നിൽക്കാം. ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്ക്
ധന്യനാ ഭൂവിലെന്നാ ധന്യനാ ഞാൻ ക്രിസ്തുവിൽ സദാ ധന്യനാ ഭൂവിലെന്നാ ധന്യനാ ഞാൻ ക്രിസ്തുവിൽ സദാ. കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. അനുഗ്രഹീതമായ ദൈവവചനം കറതീർത്ത് പരിശുദ്ധാത്മ നിയോഗത്തോടെ ജനഹൃദയങ്ങൾ കാഴങ്ങളിൽ കകത്തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഈ പകൽ കടത്തിവിടുവാനിടയായി. ഉറപ്പാണ് ഇതിന്റെ ഫലങ്ങൾ വരും ദിവസങ്ങൾ ദൈവസഭയ്ക്കകത്ത് ദേശത്ത് കാണുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. 30, 60, 100 മേനിയായി ക്ഷീണിക്കുന്നവരല്ല, ഒരു കൂട്ടം തളർന്നിരിക്കുന്നവരല്ല, പ്രതിസന്ധിയിൽ മടുത്തു പോകുന്നവരല്ല, പ്രത്യാശയുടെ പുതുകിരണങ്ങളോടെ മടങ്ങി വരുവാൻ, ഉയർത്തെഴുന്നേൽക്കുവാൻ, ശക്തിയാർജിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ജനത്തെ സജ്ജീകരിക്കട്ടെ, അതിനായി ഒരുക്കട്ടെ. കൃപയുടെ കരുതൽ അറിയുന്ന ദൈവമക്കൾ ഒരു നിമിഷം കൂടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. കർത്താവിന്റെ ദാസനെ തന്നെ ശുശ്രൂഷകളെ ദൈവം ആദരിപ്പാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മടക്കിയ യാത്ര ദൈവത്തിന് കൃപ പകരട്ടെ. ഉച്ച കഴിഞ്ഞ് നടക്കുന്ന സ്നാന ശുശ്രൂഷ ദൈവം ആദരിക്കട്ടെ. ദൈവസഭയുടെ എല്ലാ കൂടാരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. സ്നാനിലെ ചനിപ്പം മുമ്പോട്ട് കടന്നു വന്ന് നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. എല്ലാ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. കർത്തദാസനിലെ ചനിപ്പോൾ ശബ്ദമുയർത്തി നമ്മെ പ്രാർത്ഥനയിൽ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. വന്ന സമയം മുതൽ ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ അവിടെ നിടയാക്കിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഹല്ലേലൂയ, സഭയായി നിന്റെ സന്നിധിയിൽ കൂടി വന്ന് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടെ നിടയാക്കി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞങ്ങളെ കേൾപ്പിച്ചതായ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല എന്നും കർത്താവേ, ഹല്ലേലൂയ. ഇയ്യോബിനെ കുറിച്ച് കേൾക്കുവാൻ ഇന്ന് പകൽക്കാലം നീ ഇടയാക്കിയല്ലോ. ഇന്ന് പകൽക്കാലം കേട്ടതായ വചനം കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തുവാൻ ഇടയായി തീർന്നല്ലോ കർത്താവേ. ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവ് അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല കർത്താവേ. ഇയ്യോബിന്റെ വരുത്തിയ അവസാനം ഹല്ലേലൂയ കണ്ടുമിരിക്കുന്നു നിങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവേ. ദൈവം ഹല്ലേലൂയ ഞങ്ങളെ കടത്തിവിടുന്ന ഓരോ പദ്ധതിയിലും ഹല്ലേലൂയ അതിൽ ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ അവിടുത്തെ ഹൃദയം ഞങ്ങളുടെ മധ്യേ അയച്ചല്ലോ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി അധികമായി ഹല്ലേലൂയ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസമാകുവാൻ, അനേകർക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ നിത്യജീവന്റെ വഴികളെ പറഞ്ഞു കൊടുക്കുവാൻ നിന്റെ മകനെ അധികമായി ഉപയോഗിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. അടിങ്ങൾ മടങ്ങി പോകുമ്പോൾ അവിടുത്തെ പിരിയാത്ത സാന്നിധ്യങ്ങളുടെ കൂടെ പോരണമേ. തുടർന്ന് നടക്കുന്നതായ ഹല്ലേലൂയ ഹല്ലേലൂയ സ്നാന ശുശ്രൂഷയ്ക്കായി സ്തോത്രം വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ ഹല്ലേലൂയ രോഗികളായി ഭവനത്തിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ കുഞ്ഞുങ്ങളെ ഒക്കെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിടുതലിന്റെ കരം നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച കർത്താവേ ഹല്ലേലൂയ യാത്ര ചെയ്യുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്ര ദൈവം കൂടിയിരിക്കണമേ, അനുഗ്രഹിക്കപ്പെട്ട യാത്ര നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ടത് കൊണ്ട് സ്തോത്രം. സകലതും ഞങ്ങൾക്ക് ആ ജീവനിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യാം. ഈ പകൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യാം. അനുഗ്രഹത്തോടെ ഇപ്പോ അയക്കാം അടിയാരെ യഹോവയേ. മനസ്സലിനുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിനുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. ആസ്വാദനം മടങ്ങി പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, നിരന്തരം നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധ ആത്മാവിന്റെ സംസർഗം കൂട്ടായ്മ നാം ഏവരോടും വിശേഷാൽ ഈ ദിവസങ്ങൾ നമ്മളോടൊപ്പമായിരുന്ന് ഐശ്വര്യമായി ദൈവത്തിന് ശുശ്രൂഷ കർത്താവിൻ ദാസൻ തന്റെ ശുശ്രൂഷകൾ കുടുംബം എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന് മേത്തൊഴിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവം ഞാടിന് സ്തോത്രം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ.